So good morning all. നമ്മുടെ ബിസിനസ് സ്റ്റഡീസിന്റെ സെഷൻ 5 മിനിറ്റ്സോടുകൂടി സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. കുറച്ച് സ്റ്റുഡൻസും കൂടെ ജോയിൻ ചെയ്യാനുണ്ട്. ഞാൻ പറഞ്ഞിട്ട് വോയിസ് ഓഡിബിൾ ആണെന്ന് വിചാരിക്കുന്നു. കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ എല്ലാവർക്കും? സോ നമ്മളിവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാം ഓറിയന്റഡ് ആയിട്ട് എക്സാമിന് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്ന പോർഷൻസ് എന്താണ്, ആ കോൺസെപ്റ്റ് ആക്ച്വലി എന്തൊക്കെയാണ് എന്നും കൂടെ റിവൈസ് ചെയ്യാം. ഡൗട്ട്സ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചിട്ടുണ്ട്. സോ ഒരു 5 മിനിറ്റ്സ് കൊണ്ട് നമ്മൾ ബാക്കിയുള്ള കുറച്ചും കൂടെ സ്റ്റുഡൻസ് ജോയിൻ ചെയ്യാണ്ട് അവരെ ജോയിൻ ചെയ്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ. ഒരു നോട്ടും പെന്നും കയ്യിൽ എല്ലാവരും വെക്കുക. കാരണം ഏതെങ്കിലും ടോപ്പിക് ഏതാണ് ഇമ്പോർട്ടൻറ്റ് എന്ന് നിങ്ങൾക്ക് ജസ്റ്റ് മെൻഷൻ ചെയ്ത് വെക്കാം. ഒരു 1 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ. സോ വൺസ് അഗൈൻ ഗുഡ് മോർണിംഗ് ഓൾ. ബാക്കിയുള്ളവർ ജോയിൻ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. സോ നമ്മൾ ബിസിനസ് സ്റ്റഡീസിന്റെ ഒരു ക്രാഷ് സെഷനാണ് ഇവിടെ ചെയ്യുന്നത്. അതിൽ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ എക്സാമിന് കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഈ കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നിങ്ങളുടെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആവും, രണ്ടാമത്തത് നിങ്ങൾക്ക് എക്സാമിന് ഒന്നും കൂടെ ബെറ്റർ ആയിട്ട് എഴുതാൻ പറ്റും. സോ ബിസിനസ് സ്റ്റഡീസിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ടോപ്പിക് അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഇപ്പൊ നിങ്ങൾക്ക് എന്താണ് ബിസിനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സിമ്പിൾ ആയിട്ട് നമുക്ക് ബിസിനസ്സിനെ എങ്ങനെ പറയാം?
എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ ദ വാല്യൂ ഓഫ് മണി. എന്തെങ്കിലും വസ്തുക്കളോ അല്ലെങ്കിൽ എന്തെങ്കിലും സർവീസ് എന്ത് ചെയ്യുക, ഒരാൾ വേറൊരാൾക്ക് എക്സ്ചേഞ്ച് ചെയ്യുക. എന്തിന്റെ അടിസ്ഥാനത്തിൽ? ഇൻ എക്സ്ചേഞ്ച് ഓഫ് ക്യാഷ് അല്ലെങ്കിൽ ഇൻ എക്സ്ചേഞ്ച് ഓഫ് മണി. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിമ്പിൾ ആയിട്ട് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾ നിങ്ങളോട് എന്താണ് ബിസിനസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം പറയാനുള്ള ഒരു കാര്യം. എന്താണ്? എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ മണി. ഇനി ഇതിനൊന്നും കൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് നമ്മളെ ബുക്കിൽ പറഞ്ഞിട്ടുള്ളത്. എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ ദ വാല്യൂ ഓഫ് മണി. ഇതാണ് ബിസിനസ്. ഇനി എന്തൊക്കെ കാര്യമാണ് ഒരു ബിസിനസ്സിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്? മെയിൻ ആയിട്ട് 3 കാര്യങ്ങളാണ് ബിസിനസ് ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. നോട്ട് ചെയ്യുക. ഒന്ന് പ്രൊഡക്ഷൻ, രണ്ടാമത്തത് ഡിസ്ട്രിബ്യൂഷൻ, മൂന്നാമത്തത് സെയിൽസ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഒരു ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ ദ വാല്യൂ ഓഫ് മണി. ബിസിനസ് ഇൻക്ലൂഡ്സ് മെയിൻലി 3 ആക്ടിവിറ്റീസ്. 3 ആക്ടിവിറ്റീസ് ആണ് മെയിൻ ആയിട്ട് ബിസിനസ്സിൽ. ഏതൊരു ബിസിനസ് ആണെന്നുണ്ടെങ്കിലും അതിൽ മെയിൻ ആയിട്ട് 3 ആക്ടിവിറ്റീസ് ആണ് എന്തിലുണ്ടാവുക? ബിസിനസ്സിൽ ഉണ്ടാവുക. ഏതൊക്കെയാണ്? പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് എക്സ്ചേഞ്ച്. ഈ 3 ആക്ടിവിറ്റി നമ്മൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്താണ് ബിസിനസിന്റെ ഒബ്ജക്റ്റീവ്? ഫോർ ഏർണിംഗ് പ്രോഫിറ്റ്. സോ ബിസിനസ് മീൻസ് ഒന്ന്, എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ ദ വാല്യൂ ഓഫ് മണി. ഇറ്റ് ഇൻക്ലൂഡ്സ് ദ ആക്ടിവിറ്റീസ് ഓഫ് പ്രൊഡക്ഷൻ. എന്താ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? റോ മെറ്റീരിയൽസിനെ എന്താക്കി മാറ്റുക? ഫൈനൽ ഗുഡ്സ് ആക്കി മാറ്റുക. അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പ്രൊഡക്റ്റിനെ റീറ്റെയിൽ സ്റ്റോഴ്സ് വഴി കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുക പല ലൊക്കേഷനിൽ. അതുപോലെ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രൊഡക്റ്റ് കസ്റ്റമറിന് കൈമാറ്റം ചെയ്യുക. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ബിസിനസ് എന്ന് പറഞ്ഞത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ആക്ടിവിറ്റി ബിസിനസ് ആവണം എന്നുണ്ടെങ്കിൽ വെറും എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഒരു തവണ നടന്നാൽ പോരാ. അതെന്ത് ചെയ്യണം? റെഗുലർ ആയിട്ട് നടക്കേണ്ടതുണ്ട്. ബിസിനസ് ഷുഡ് എന്താ പറയുക, എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഷുഡ് ബി ഓൺ റെഗുലർ ബേസിസ്. അങ്ങനെ വരുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? ആ ഒരു കാര്യത്തിന് ബിസിനസ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഒരാളൊരു വണ്ടി ഉപയോഗിക്കുകയായിരുന്നു. അയാൾ ആ വണ്ടി കുറച്ച് ഉപയോഗിച്ചു. വേറൊരാൾ നല്ല വിലക്ക് ആ വണ്ടി ചോദിച്ചു, കുറച്ച് ലാഭത്തിൽ ആ വണ്ടി ചോദിച്ചു. അയാൾ ആ വണ്ടി എന്ത് ചെയ്തു? ആ ചോദിച്ച ആൾക്ക് വിറ്റു. അതിനെന്തായിട്ട് കണക്കാക്കാൻ പറ്റില്ല? ബിസിനസ് ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. അത് അയാൾ റെഗുലർ ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ മാത്രമേ കൂടി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ബിസിനസ് ആയിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ. ഇതാണ് എന്ത് ബിസിനസ്. ഈ ഒരു എന്താണ് ബിസിനസ് എന്നുള്ളത് നിങ്ങളിപ്പോൾ +1 കഴിഞ്ഞാലും +2 കഴിഞ്ഞാലും അത് കഴിഞ്ഞ് പഠിക്കുകയാണെങ്കിലൊക്കെ എല്ലാ സ്ഥലത്തും ഈ ഒരു പോയിന്റ് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. എന്താണ് ബിസിനസ്? എന്താണ്? എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ ദ വാല്യൂ ഓഫ് മണി. ഇറ്റ് ഇൻക്ലൂഡ്സ് mainly 3 activities: production, distribution and exchange or sales of goods and services for profit. പിന്നെന്താണ്? The activity should be continuous. അല്ലെങ്കിൽ തുടർച്ചയായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ റെഗുലർ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റി ആയിരിക്കണം. അപ്പോഴാണ് ആ ഒരു ആക്ടിവിറ്റിനെ നമ്മൾ എന്ത് ഉൾപ്പെടുത്തുള്ളൂ? ബിസിനസ്സിൽ ഉൾപ്പെടുത്തുള്ളൂ. ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലായോ? ക്ലിയർ ആയോ? നമുക്ക് ചാറ്റ് ബോക്സിൽ ഒന്ന് റെസ്പോണ്ട് കിട്ടിയാൽ. ഇപ്പൊ ക്ലിയർ അല്ലേ? സൗണ്ട് ക്ലിയർ അല്ലേ? ഏതൊരാള് സൗണ്ട് ക്ലിയർ ഇല്ല എന്ന് പറയുന്നുണ്ട്. സൗണ്ട് പ്രോപ്പർ ആയിട്ട് കേൾക്കണില്ലേ? നിങ്ങളവിടുത്തെ നെറ്റും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്തൊക്കെയാണ് ബിസിനസിന്റെ ഫീച്ചേഴ്സ്, അല്ലെങ്കിൽ ഫീച്ചേഴ്സിനെ നമുക്ക് പറയാൻ പറ്റും, പ്രത്യേകതകൾ നമുക്ക് പറയാൻ പറ്റും, അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ് എന്ന് പറയാൻ പറ്റും. ഫസ്റ്റ് പറഞ്ഞത് എന്താണ്? ബിസിനസ് ഈസ് ആൻ എക്കണോമിക് ആക്ടിവിറ്റി എന്നാണ്. ബിസിനസ് ഒരു എക്കണോമിക് ആക്ടിവിറ്റിയാണ്. അപ്പൊ എന്താണ് എക്കണോമിക് ആക്ടിവിറ്റി എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എന്താണ് എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത്? ഒരാളൊരു കാര്യം ചെയ്യുന്നത് പ്രോഫിറ്റ് ഏൺ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ, അതിന് വേണ്ടിയിട്ട് ഉള്ള അങ്ങനെയുള്ള ആക്ടിവിറ്റിയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരാൾ ചെയ്യുന്ന ആക്ടിവിറ്റി എക്കണോമിക് ആക്ടിവിറ്റി.
അപ്പൊ അതുകൊണ്ട് തന്നെ ബിസിനസ് എന്താണ്? എക്കണോമിക് ആക്ടിവിറ്റിയാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ ഗാർഡനിങ് ഹോബി ഉണ്ടെന്ന് വെക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ക്രാഫ്റ്റ് ഉണ്ടാക്കുന്ന ഹോബി ഉണ്ടെന്ന് വെക്കുക. അതെന്തല്ല? എക്കണോമിക് ആക്ടിവിറ്റി അല്ല. നേരെ മറിച്ച് ആ ഒരു ഹോബി ആയിക്കോട്ടെ, എന്ത് കാര്യം ആയിക്കോട്ടെ, നമ്മൾ ഇൻകം ഉണ്ടാക്കാനാണ്, വരുമാനം ഉണ്ടാക്കാനാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണ്? വരുമാനം ഉണ്ടാക്കുക അല്ലെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നാണെന്നുണ്ടെങ്കിൽ ആ ആക്ടിവിറ്റി ഏത് കാറ്റഗറിയിൽ വരും? എക്കണോമിക് ആക്ടിവിറ്റിയിൽ വരും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ എന്ത് പറയാൻ പറ്റും? ബിസിനസ് ഒരു എക്കണോമിക് ആക്ടിവിറ്റിയാണ്. കാരണം എന്തിനു വേണ്ടിയിട്ടാണ് എല്ലാവരും ബിസിനസ് ചെയ്യുന്നത്? ബിസിനസിന്റെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഏൺ മണി ഫോർ പ്രോഫിറ്റ്. പ്രോഫിറ്റ് അല്ലെങ്കിൽ ലാഭം, പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ ആളുകളും ബിസിനസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബിസിനസിനെ നമുക്ക് എന്തായിട്ട് കണക്കാക്കാൻ പറ്റും? എക്കണോമിക് ആക്ടിവിറ്റി ആയിട്ട് കണക്കാക്കാൻ പറ്റും. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. ഇനി ഏതൊരു ബിസിനസ്സിലും എന്താണ് നടക്കുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഓൾ ബിസിനസ് ഇൻവോൾവ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇപ്പൊ ബിസിനസ് എന്തുമായിട്ടാണ് ഡീൽ ചെയ്യുന്നത്? ബിസിനസ് ഈസ് ഡീലിംഗ് വിത്ത് ഗുഡ്സ് ആൻഡ് സർവീസസ്. കാരണം എന്താ? ബിസിനസ്സിലെ ഗുഡ്സ് ആൻഡ് സർവീസ് ആണ് എന്ത് ചെയ്യുന്നത്? എക്സ്ചേഞ്ച് ചെയ്യുന്നത്. ഈ ഗുഡ്സ് തന്നെ പല രീതിയിലുള്ള ഗുഡ്സ് ഉണ്ട്. ഗുഡ്സിനെ തന്നെ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് കൺസ്യൂമർ ഗുഡ്സ്, രണ്ടാമത്തത് ഇൻഡസ്ട്രിയൽ ഗുഡ്സ് അഥവാ ക്യാപിറ്റൽ ഗുഡ്സ്. എന്താണ് കൺസ്യൂമർ ഗുഡ്സ്? റെഗുലർ യൂസിന് അല്ലെങ്കിൽ പേഴ്സണൽ യൂസിന് ഒരാൾക്ക് ആവശ്യമുള്ള ഗുഡ്സിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറഞ്ഞത്. ഫുഡ്, ക്ലോത്ത്സ്, അതുപോലെ തന്നെ എന്താ പറയുക മെഡിസിൻ, ഇതെല്ലാം എന്താണ്? കൺസ്യൂമർ ഗുഡ്സ് ആണ്. ഈ ഇൻഡസ്ട്രിയൽ ഗുഡ്സ് അഥവാ ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള ഗുഡ്സിനെയാണ് ഇൻഡസ്ട്രിയൽ ഗുഡ്സ് അഥവാ ക്യാപിറ്റൽ ഗുഡ്സ് വന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വലിയ മെഷീനറീസ്, ടൂൾസ്, എക്യുപ്മെന്റ്സ്, ഇതെല്ലാം എന്താണ്? ഇൻഡസ്ട്രി. അതായത് ഒരു കൺസ്യൂമർക്ക് സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കൺസ്യൂമർ ഗുഡ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു ചെറിയ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമുള്ള വലിയ മെഷീനറീസ്, ടൂൾസ്, എക്യുപ്മെന്റ്സ് ഒക്കെ എന്താണ്? ഇൻഡസ്ട്രിയൽ ഗുഡ്സ് ആണ്. അത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നില്ല. കൺസ്യൂമർ ഗുഡ്സ് പേര് വരാൻ കാരണം എന്താണ്? ഒരാൾ അത് ഡയറക്റ്റ് ആയിട്ട് കൺസ്യൂം ചെയ്യുന്നത് കൊണ്ട്, ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇതിനെ നമ്മൾ എന്ത് പറയുന്നത്? കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറയുന്നത്. ഇൻഡസ്ട്രിയൽ ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ഗുഡ്സ്, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗുഡ്സ് വാങ്ങിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ എന്ത് പറയുന്നത്? ഇൻഡസ്ട്രിയൽ ഗുഡ്സ് എന്ന് പറയുന്നത്. പിന്നെ ഏറ്റവും എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് റെഗുലാരിറ്റി ഇൻ ഡീലിംഗ് എന്ന് പറഞ്ഞ ഫീച്ചർ. ഞാൻ പറഞ്ഞു, ഒരു ഐസൊലേറ്റഡ് ട്രാൻസാക്ഷൻ ഒരിക്കലും എന്തല്ല? ഒരു ബിസിനസ് അല്ല. അപ്പൊ ഞാൻ പറഞ്ഞത്, ഒരാള് ഒരു വാഹനം ഉണ്ടായിരുന്ന ആൾക്ക് അയാളെ ഫ്രണ്ട് അത് ഇഷ്ടപ്പെട്ടിട്ട് കുറച്ച് കൂടുതൽ പൈസ തരാമെന്ന് പറഞ്ഞ് അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് എന്തല്ല? ബിസിനസ് അല്ല. അത് ജസ്റ്റ് ഒരു ട്രാൻസാക്ഷൻ മാത്രമാണ്. അത് റെഗുലർ ആയിട്ട് ചെയ്യുമ്പോൾ മാത്രമേ എന്തായിട്ട് കണക്കാക്കപ്പെടുന്നുള്ളൂ? അതിനൊരു ബിസിനസ് ആയിട്ട് കണക്കാക്കപ്പെടുന്നുള്ളൂ. ഇവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, when transactions are repeatedly performed it is considered as a business. ഒരു ട്രാൻസാക്ഷൻ റിപ്പീറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അതെന്തായിട്ട് മാറും? ബിസിനസ് ആയിട്ട് മാറും. ഇനി നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇത്. എന്തിനു വേണ്ടിയിട്ടാണ് ബിസിനസ് ചെയ്യുന്നത്? ഒബ്ജക്റ്റീവ് ഓഫ് ബിസിനസ്. ബിസിനസിന്റെ ഒബ്ജക്റ്റീവ് എന്താ? മാക്സിമം പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ബിസിനസിന്റെ, ഏതൊരു ബിസിനസ് ആയിക്കോട്ടെ അതിന്റെ ഒബ്ജക്റ്റീവ്. ഇനി ബിസിനസ്സിൽ ഉള്ള ആക്ടിവിറ്റിയാണ് എന്ത്? എക്സ്ചേഞ്ച് ഓർ സെയിൽ ഓർ ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ്. ഇതെങ്ങനെയൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാം? ബിസിനസിന്റെ ഗുഡ്സ് നമുക്ക് ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും എന്ത് ചെയ്യാൻ പറ്റും? എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇൻസൈഡ് ദ കൺട്രി, ഔട്ട്സൈഡ് ദ കൺട്രി എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. ഔട്ട്സൈഡ് ദ കൺട്രി നമ്മൾ ചെയ്യുമ്പോൾ അതിനെ നമ്മൾ എന്ത് പറയും? ഇന്റർനാഷണൽ ബിസിനസ് എന്ന് പറയും. പിന്നെ ബിസിനസ്സിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് അൺസർട്ടനിറ്റി ആൻഡ് റിസ്ക്. എന്താ റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ചാൻസ് ഫോർ ലോസ്, നഷ്ടത്തിനുള്ള സാധ്യതക്കാണ് നമ്മൾ എന്ത് പറഞ്ഞത്? റിസ്ക് എന്ന് പറഞ്ഞത്. അപ്പൊ തീർച്ചയായിട്ടും ബിസിനസ്സിൽ എന്തുണ്ട്? റിസ്ക് ഉണ്ട്. കാരണം എന്താണ്? ലാഭത്തിനുള്ള ചാൻസ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ്? നഷ്ടത്തിനുള്ള ചാൻസ് ഉണ്ട്. ലാഭത്തിനുള്ള ചാൻസ് ഉണ്ട്, അതുപോലെ തന്നെ നഷ്ടത്തിനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ബിസിനസ് ഇൻവോൾവ്സ് റിസ്ക്. ഇനി റിസ്ക് എന്താന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലായി. എന്താണ് അൺസർട്ടനിറ്റി?
അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത, ചിലപ്പം എന്താ പറയാ, നമുക്ക് നഷ്ടമൊന്നും വരില്ല. പക്ഷെ നമ്മൾ ഒരു ബിസിനസ് ആകുമ്പോൾ എന്ത് ചെയ്യും, പല കാര്യങ്ങളും പ്ലാൻ ചെയ്യും. പക്ഷെ നമ്മൾ പ്ലാനിന് എഗെയിൻസ്റ്റ് ആയിട്ട് പല കാര്യങ്ങളും സംഭവിക്കും. അപ്പൊ നമ്മള് കൊറോണയുടെ ഈ സിറ്റുവേഷൻ പോലെ ഇതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ഒരിക്കലും നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞത്. ഇപ്പൊ ഏതൊരാൾ ബിസിനസ് ചെയ്യുമ്പോഴും അയാൾ എന്ത് ഫേസ് ചെയ്യേണ്ടി വരും, റിസ്ക് ഫേസ് ചെയ്യേണ്ടി വരും. അതായത് അയാൾ ചെയ്യുന്ന ആക്ടിവിറ്റിയിൽ എന്തിനും സാധ്യത ഉണ്ട്, ലോസിന് സാധ്യത ഉണ്ട്. അതുപോലെ അയാൾ പ്രൊഡിക്റ്റ് ചെയ്ത പോലെ തന്നെ കാര്യങ്ങൾ വരില്ല. കാരണം എന്താണ്, ബിസിനസ്സിൽ ഒരുപാട് അൺസർട്ടനിറ്റി അഥവാ അനിശ്ചിതത്വങ്ങൾ എന്താണ് ഉണ്ട്. ഇത്രയാണ് എന്ത് ബിസിനസിന്റെ ഫീച്ചേഴ്സ്. അത് ക്ലിയർ? അടുത്ത ടോപ്പിക്കിൽ പോയിക്കോട്ടെ. ഇനി ഏറ്റവും എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ബിസിനസ്. എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ബിസിനസ്. ക്ലാസിഫിക്കേഷൻ 3 രീതിയിൽ 3 ക്രൈറ്റീരിയയുടെ അടിസ്ഥാനത്തിലാണ് ബിസിനസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. 3 ക്രൈറ്റീരിയയുടെ അടിസ്ഥാനത്തിലാണ് ബിസിനസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്ന്, സൈസ് ഓഫ് ദ ബിസിനസ്, ഓണർഷിപ്പ് ഓഫ് ദ ബിസിനസ്, ഫങ്ഷൻ ഓഫ് ദ ബിസിനസ്. 3 ക്രൈറ്റീരിയന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ബിസിനസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്നെന്താണ്, ബിസിനസിന്റെ സൈസ്, രണ്ടാമത്തത് ഓണർഷിപ്പ്, മൂന്നാമത്തത് ഫങ്ഷൻ. അപ്പൊ ബിസിനസിന്റെ സൈസിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ബിസിനസിനെ 3 ആയിട്ട് പറയാൻ പറ്റും. ഒന്ന് സ്മോൾ സ്കെയിൽ ബിസിനസ്, രണ്ടാമത്തത് മീഡിയം സ്കെയില്, മൂന്നാമത്തത് ലാർജ് സ്കെയിൽ. ഈ സൈസ് എന്നത് ബിസിനസിന്റെ സൈസ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്? 2 കാര്യങ്ങളാണ് ബിസിനസിന്റെ സൈസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒന്ന്, ടേൺ ഓവർ ഓഫ് ദ കമ്പനി. ആ കമ്പനിയുടെ ടേൺ ഓവർ, ആ കമ്പനിയുടെ എത്രയാണ് ഇൻകം ജനറേറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തത്, ആ കമ്പനിയിൽ എത്ര എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. മെയിനായിട്ട് 2 കാര്യമാണ്. ഒന്നെന്താണ്, ബേസ്ഡ് ഓൺ ദ സൈസ് ഒരു ക്രൈറ്റീരിയയാണ്. സൈസ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ തീരുമാനിക്കുന്നത്? ബേസ്ഡ് ഓൺ സൈസ് 3 കാറ്റഗറി ഓഫ് ബിസിനസ് ഉണ്ട്. സ്മോൾ സ്കെയിൽ ബിസിനസ്, മീഡിയം സ്കെയിൽ ബിസിനസ്, ലാർജ് സ്കെയിൽ ബിസിനസ്. 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ സ്മോൾ സ്കെയിൽ, മീഡിയം സ്കെയിൽ, ലാർജ് സ്കെയിൽ എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. ഒന്ന്, ആ ബിസിനസിന്റെ മൊത്തം ടേൺ ഓവർ അല്ലെങ്കിൽ ആ ബിസിനസിന്റെ പ്രൊഡക്ഷന്റെ വോളിയം. രണ്ടാമത്തത്, ആ ബിസിനസ്സിൽ വർക്ക് ചെയ്യുന്ന നമ്പർ ഓഫ് എംപ്ലോയീസ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് വെച്ചിട്ടുള്ളത്? സ്മോൾ സ്കെയിൽ ബിസിനസ്, മീഡിയം സ്കെയിൽ ബിസിനസ്, ലാർജ് സ്കെയിൽ ബിസിനസ് എന്നിങ്ങനെ വെച്ചിട്ടുള്ളത്. ഇപ്പൊ സ്മോൾ സ്കെയിൽ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ബിസിനസിന്റെ എന്താ പറയാ പ്രൊഡക്ഷൻ, ഒരു എന്താ പറയാ ടേൺ ഓവർ അപ് ടു 25 lakh to 50 lakh ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത്തരം ബിസിനസിനെ നമ്മൾ പറയും സ്മോൾ സ്കെയിൽ ബിസിനസ് എന്ന് പറയും. അവിടുത്തെ ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ് എന്താണ്? ഒരു 50 നമ്പർ കൗണ്ട് എത്ര ആയിരിക്കും? ഒരു 50 എംപ്ലോയീസ്. അങ്ങനെയുള്ള ബിസിനസ്സിനെല്ലാം നമ്മൾ എന്തിൽ ഉൾപ്പെടുത്തും? സ്മോൾ സ്കെയിൽ ബിസിനസ് ഉൾപ്പെടുത്തും. ഇനി മീഡിയം സ്കെയിൽ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 50 ലക്ഷം തൊട്ടിട്ട് ഒരു 2 കോടി വരെയൊക്കെ ടേൺ ഓവറുള്ള കമ്പനി. അവിടെ എത്ര ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ടാകും? ഒരു 50 തൊട്ടിട്ട് 200-250 ജോലിക്കാരുണ്ടെങ്കിൽ അത്തരത്തിലുള്ള എല്ലാ കമ്പനികളെയും നമ്മൾ എന്ത് പറയും? മീഡിയം സ്കെയിൽ കമ്പനി എന്ന് പറയും. ഈ ലാർജ് സ്കെയിൽ കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതില് എന്താണ് ഒരു 5 കോടിയുടെ മേലെ ടേൺ ഓവർ ഉണ്ടാവാം. അതുപോലെ തന്നെ 500-ലോ 1000-ലൊക്കെ അധികം ജോലിക്കാർ വർക്ക് ചെയ്യുന്നുണ്ടാവാം. അത്തരത്തിലുള്ള കമ്പനി, അവിടെ പ്രൊഡക്ഷൻ എന്താണ്? ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ആയിരിക്കും. അത്തരത്തിലുള്ള കമ്പനിനെ നമ്മൾ എന്ത് പറയും? ലാർജ് സ്കെയിൽ കമ്പനി എന്ന് പറയും. അപ്പോൾ നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ബിസിനസ് ആണ്. ബിസിനസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് എന്തിന്റെ ബേസ്ഡിലാണ്? ഒന്ന് സൈസ്. സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബേസ്ഡ് ഓൺ സൈസ് നമുക്ക് 3 ആയിട്ട് ഡിഫൈൻ ചെയ്യാം. സ്മോൾ സ്കെയിൽ, മീഡിയം സ്കെയിൽ, ലാർജ് സ്കെയിൽ. ഈ സ്മോൾ സ്കെയിലും മീഡിയം സ്കെയിലും ലാർജ് സ്കെയിലും എന്നുള്ളത് എങ്ങനെ വന്നതാണ്?
കമ്പനിയിൽ വർക്ക് ചെയ്യണ എംപ്ലോയീസിന്റെ കൗണ്ടും അതുപോലെ തന്നെ കമ്പനിയുടെ പ്രൊഡക്ഷൻ വോളിയം അഥവാ ടേൺ ഓവറിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് തീരുമാനിച്ചിട്ടുള്ളത് എന്ത് തീരുമാനിക്കുന്നത് ഒരു കമ്പനി സ്മോൾ സ്കെയിൽ ബിസിനസ് ഓർഗനൈസേഷൻ ആണോ അതോ മീഡിയം സ്കെയിൽ ബിസിനസ് ഓർഗനൈസേഷൻ ആണോ അതോ ലാർജ് സ്കെയിൽ ബിസിനസ് ഓർഗനൈസേഷൻ ആണോ തീരുമാനിക്കുന്നത്. ഇനി ഓണർഷിപ്പ് തന്നെ മെയിൻ ആയിട്ട് എന്താ പറയാ 3 രീതിയിലുള്ള ഓണർഷിപ്പ് ആണ്. അതായത് ഒന്ന് പബ്ലിക് സെക്ടർ, പ്രൈവറ്റ് സെക്ടർ, ജോയിന്റ് സെക്ടർ. എന്താണ് പബ്ലിക് സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ് റൺ ചെയ്യുന്നത് അല്ലെങ്കിൽ അതൊരു ബിസിനസിന്റെ ഓണർഷിപ്പ് ആരെ കയ്യിലാണ്? ഗവൺമെന്റിന്റെ കയ്യിലാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഓർഗനൈസേഷൻ നമ്മൾ എന്ത് പറയും? പബ്ലിക് സെക്ടർ ഓർഗനൈസേഷൻ പറയും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം ഗവൺമെന്റ് കമ്പനീസ്. നിങ്ങൾക്ക് എക്സാമിന് എഴുതുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട എപ്പോഴും എക്സാമ്പിൾ കൊടുക്കാൻ നോക്കുക. ഗവൺമെന്റ് കമ്പനീസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം ഇപ്പൊ KSEB എന്താണ്? ഒരു കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് എന്ന് പറഞ്ഞ സംഭവം എന്താണ്? ഒരു ഗവൺമെന്റ് അണ്ടർടേക്കിംഗ് ആണ്. സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ഗവൺമെന്റ് അണ്ടർടേക്കിംഗ് ആണ്. അപ്പോൾ അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ, പബ്ലിക് കോർപ്പറേഷൻസ്, ഇതെല്ലാം എന്താണ്? ഒരു ബിസിനസ് ആരാണ് അതിന്റെ ഓണർ? അതിന്റെ മേജർ ഷെയർ ഹോൾഡർ ആരാണ്? ഗവൺമെന്റ് ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? പബ്ലിക് സെക്ടർ ഓർഗനൈസേഷൻ എന്ന് പറയും. അതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് ഗവൺമെന്റ് ഓർഗനൈസേഷൻസ്, കോർപ്പറേഷൻസ്, അതുപോലെ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്സ്. ഇനി പ്രൈവറ്റ് സെക്ടർ കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ബിസിനസിന്റെ ഓണേഴ്സ് പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ആണ് എന്നുണ്ടെങ്കിൽ എന്താണ്? അതിനെ നമ്മൾ എന്ത് പറയും? പ്രൈവറ്റ് സെക്ടർ ഓർഗനൈസേഷൻ എന്ന് പറയും. പ്രൈവറ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ്. ഈ പ്രൈവറ്റ് സെക്ടർ ഓർഗനൈസേഷൻ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 5 രീതിയിൽ വരുന്നുണ്ട്. ഒന്ന് എന്താണ്? സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയും. പാർട്ട്ണർഷിപ്പ്, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി, അതുപോലെ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇതിനെ നമ്മൾ എന്ത് പറയും? പ്രൈവറ്റ് സെക്ടർ എന്ന് പറയും. പ്രൈവറ്റ് സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഓണേഴ്സ് ആരാണ്? ഗവൺമെന്റിന് ഒരു റോളും ഇല്ല. പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആണ് ഇവിടെ ബിസിനസിന്റെ ഓണേഴ്സ്. ഇതിനെ നമ്മൾ എന്ത് പറയും? പ്രൈവറ്റ് സെക്ടർ എന്ന് പറയും. ഇനി ജോയിന്റ് സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓണർഷിപ്പ് ഗവൺമെന്റിനുണ്ടാവും, പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിനുണ്ടാവും. അത്തരത്തിലുള്ള ഒരു ഓർഗനൈസേഷനാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ജോയിന്റ് സെക്ടർ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഈ കമ്പനിയിൽ ആർക്കും ഓണർഷിപ്പ് ഉണ്ടാവും? പ്രൈവറ്റ് കമ്പനീസിനും ഓണർഷിപ്പ് ഉണ്ടാവും, അതുപോലെ തന്നെ ഗവൺമെന്റിനും ഓണർഷിപ്പ് ഉണ്ടാവും എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? ജോയിന്റ് സെക്ടർ എന്ന് പറയും. ഇനി മൂന്നാമത് ബിസിനസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ബിസിനസിന്റെ ഫംഗ്ഷന്റെ അടിസ്ഥാനത്തിലാണ്, ചെയ്യുന്ന ആക്ടിവിറ്റിയുടെ അടിസ്ഥാനത്തിലാണ്. ഒന്ന് ഇൻഡസ്ട്രി, രണ്ടാമത്തത് കോമേഴ്സ്. അപ്പൊ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് കളക്ഷൻ ഓഫ് ഫേംസിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ഇൻഡസ്ട്രി. എന്ത് കാര്യമാണോ ചെയ്യുന്നത്, എത്രയാണോ ചെയ്യുന്നത്. കൊമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്? സെൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസിനെയാണ് നമ്മൾ ചെയ്യുന്ന കാര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ബിസിനസ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്താണ്? ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ്. അപ്പൊ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പ്രൊഡക്ഷൻ ഓർ പ്രോസസിംഗ് ഓഫ് ഗുഡ്സ് യൂസ്ഡ് ഫോർ കൺസംപ്ഷൻ. അപ്പോൾ ഫംഗ്ഷന്റെ അടിസ്ഥാനത്തിൽ ബിസിനസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇൻഡസ്ട്രി, രണ്ടാമത്തത് കൊമേഴ്സ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ഇൻഡസ്ട്രി. ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബിസിനസ് ആക്ടിവിറ്റി വിച്ച് ഈസ് ഇൻവോൾവ്, വിച്ച് ഇൻക്ലൂഡ്സ് പ്രോസസിംഗ് ഓർ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ഒന്നുമില്ലെങ്കിൽ ഫോർ കൺസംപ്ഷൻ ഓർ ഫോർ ഫർദർ പ്രൊഡക്ഷൻ. ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഗുഡ്സ് പ്രോസസ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്? ഒന്നുമില്ലെങ്കിൽ കസ്റ്റമേഴ്സിന് ഡയറക്റ്റ് ആയിട്ട് കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ഇൻഡസ്ട്രി എന്ന് പറഞ്ഞത്. ഈ ഇൻഡസ്ട്രി തന്നെ നമുക്ക് എന്തായിട്ട് ക്ലാസിഫൈ ചെയ്യാം? ഇതും എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആണ്. 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി ഇൻഡസ്ട്രി. ഇനി എന്താണ് പ്രൈമറി ഇൻഡസ്ട്രി? നമ്മൾ നാച്ചുറൽ റിസോഴ്സിൽ നിന്ന്
പ്രകൃതിയിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം ഡയറക്റ്റ് ആയിട്ട് എക്സ്ട്രാക്ട് ചെയ്യുന്ന പ്രോസസ്സാണ് എന്നുണ്ടെങ്കിൽ അതെല്ലാം എന്തിന്റെ അണ്ടറിൽ വരുന്നതാണ്? പ്രൈമറി ഇൻഡസ്ട്രിയുടെ കീഴിൽ വരുന്നതാണ്. നമ്മൾ നാച്ചുറൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം ഡയറക്റ്റ് ആയിട്ട് എക്സ്ട്രാക്ട് ചെയ്യും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പെട്രോളിയം എന്താണ്? പ്രൈമറി ഇൻഡസ്ട്രിയാണ്. അഗ്രികൾച്ചർ പ്രൈമറി ഇൻഡസ്ട്രിയാണ്. ക്രൂഡ് ഓയിൽ പ്രൈമറി ഇൻഡസ്ട്രിയാണ്. അതായത് നാച്ചുറൽ നിന്നാണ്, പ്രകൃതിയിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡയറക്റ്റ് ആയിട്ട് റിസോഴ്സ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് എക്സ്ട്രാക്ട് ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിലുള്ള പ്രോസസ്സിങ്ങിനെ അല്ലെങ്കിൽ പ്രൊഡക്ഷനെ എല്ലാം നമ്മൾ എന്ത് പറയും? പ്രൈമറി ഇൻഡസ്ട്രി എന്ന് പറയും. ഈ പ്രൈമറി ഇൻഡസ്ട്രി തന്നെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്ന് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി, രണ്ടാമത് ജനറ്റിക് ഇൻഡസ്ട്രി. നമ്മൾ നാച്ചുറൽ റിസോഴ്സിന് എന്തെങ്കിലും എക്സ്ട്രാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ മൈനിങ്, ഫിഷിങ്, ഓയിൽ മൈനിങ്, ഇതെല്ലാം എന്താണ്? എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രിയാണ്. ഇനി ജനറ്റിക് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഫാമിംഗ് നടത്തുക, അതായത് ആക്ടിവിറ്റീസ് ലൈക്ക് ബ്രീഡിങ് ഓഫ് എനിമൽസ്, പ്ലാന്റ്സ്, ഗാർഡനിങ്, ക്രോപ്പ് ഉണ്ടാക്കുക, ഫ്ലവർ ബിസിനസ്, ഇതെല്ലാം എന്താണ്? ഡയറി ഫാം, ഇതെല്ലാം എന്താണ്? ജനറ്റിക് ഇൻഡസ്ട്രിയുടെ അണ്ടറിൽ വരുന്നതാണ്. പറഞ്ഞത് ക്ലിയർ ആണല്ലോ അല്ലെ? ഇതുവരെ പറഞ്ഞത് ക്ലിയർ അല്ലേ? അടുത്ത ടോപ്പിക്ക് പോയി മൂവ് ചെയ്തൂടെ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. സ്ക്രീന് ഷെയർ ചെയ്തത് കാണുന്നില്ല അൻഷാദേ? നെക്സ്റ്റ് ആണ് സെക്കൻഡറി ഇൻഡസ്ട്രീസ്. സെക്കൻഡറി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ പ്രൈമറി ഇൻഡസ്ട്രി നമുക്കറിയാം എന്താണ്? ഇൻഡസ്ട്രീസ് വിച്ച് ഇൻവോൾവ് പ്രോസസിംഗ് ഓർ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ഡയറക്ട്ലി ഫ്രം ദ നാച്ചർ. ഇതിനാണ് പ്രൈമറി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞത്. അത് നമ്മൾ നാച്ചുറൽ റിസോഴ്സ് എക്സ്ട്രാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി എന്ന് പറയും. നാച്ചുറൽ റിസോഴ്സസിനെ ബ്രീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ജനറ്റിക് ഇൻഡസ്ട്രി എന്ന് പറയും. ഇനി സെക്കൻഡറി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? Industries involved or industries or process or production involved in the production of materials or goods. ഒരു പ്രോസസ് എന്താണ്? ആ പ്രോസസ്സിൽ എന്താണ് ചെയ്യുന്നത്? പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് വിത്ത് ദ റോ മെറ്റീരിയൽസ്. നമ്മൾ പ്രൈമറി ഇൻഡസ്ട്രി വഴി എക്സ്ട്രാക്ട് ചെയ്ത ഗുഡ്സ് ഉപയോഗിച്ചിട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുക? വേറെ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ഫൈനൽ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുക. ഇത്തരം പ്രോസസ്സുകളെല്ലാം ഏതിന്റെ അണ്ടറിൽ വരും? സെക്കൻഡറി ഇൻഡസ്ട്രിയുടെ അണ്ടറിൽ വരും. എന്താണ്? ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ഓർ പ്രൊഡ്യൂസിങ് ഗുഡ്സ് ഫോർ യൂസ് ഈസ് കാൾഡ് സെക്കൻഡറി ഇൻഡസ്ട്രി. അതുകൊണ്ട് തന്നെ സെക്കൻഡറി ഇൻഡസ്ട്രിയിൽ എന്താണ്? യൂസ് ചെയ്യാനുള്ള ഗുഡ്സ് ആണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ സെക്കൻഡറി ഇൻഡസ്ട്രിയിൽ വരുന്ന കാര്യമാണ് manufacturing industry as well as construction industry. Manufacturing industry എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻഡസ്ട്രിയിൽ മാനുഫാക്ചറിങ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രൊഡക്ഷൻ നടത്തുന്ന ഇൻഡസ്ട്രിയാണ് നമ്മൾ എന്ത് പറയാ? മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി എന്ന് പറയാം. എന്താണ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? റോ മെറ്റീരിയൽസിനെ പ്രോസസ്സിലൂടെ അല്ലെങ്കിൽ ടെക്നോളജിയുടെ സപ്പോർട്ടോട് കൂടിയിട്ട് എന്ത് ചെയ്യുക? ഒരു കൺസ്യൂമബിൾ ഗുഡ്സ് ആയിട്ട് മാറ്റുക. ഇപ്പൊ നമുക്ക് പറയാം റബ്ബറിന്റെ പ്ലാന്റേഷൻ എന്നുള്ളത് എന്താണ്? പ്രൈമറി ഇൻഡസ്ട്രിയാണ്. ടയർ മാനുഫാക്ചറിങ് എന്താണ്? സെക്കൻഡറി ഇൻഡസ്ട്രിയാണ്. ടയർ മാനുഫാക്ചറിങ് നമ്മൾ എന്താണ്? റബ്ബറിന്റെ പാല് വെച്ചിട്ട് നമ്മൾ എന്താക്കി മാറ്റണമെങ്കിൽ റബ്ബർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ. സോ ഈ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നുമില്ലായിരിക്കും സെക്കൻഡറി ഇൻഡസ്ട്രി ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ഒന്നുമില്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് കൺസ്യൂം ചെയ്യാൻ പറ്റും, ഒന്നുമില്ലെങ്കിൽ അത് കൺസ്യൂമർ ഗുഡ്സ് ആയിട്ടും, അല്ലെങ്കിൽ അത് എന്തായിരിക്കും? ഇൻഡസ്ട്രിയൽ ഓർ ക്യാപിറ്റൽ ഗുഡ്സ് ആയിട്ടും.
നിങ്ങൾക്ക് അറിയാം എന്താണ് ഇൻഡസ്ട്രിയൽ ഗുഡ്സ്, ക്യാപിറ്റൽ ഗുഡ്സ് എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം. ഈ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിൽ തന്നെ വീണ്ടും 4 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീനെ തന്നെ വീണ്ടും തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് അനലിറ്റിക്കൽ ഇൻഡസ്ട്രീസ്. അനലിറ്റിക്കൽ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്കിപ്പോ ഒരു റോ മെറ്റീരിയൽ ഉണ്ട്. ആ റോ മെറ്റീരിയൽസിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? വീണ്ടും ഡിവൈഡ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ക്രൂഡ് ഓയിൽ ആണെന്നുണ്ടെങ്കിൽ ക്രൂഡ് ഓയിൽ നമുക്ക് പ്രൈമറി ഇൻഡസ്ട്രി പ്രോസസ്സിലൂടെ കിട്ടുന്ന ഒരു മെറ്റീരിയൽ ആണ്, റോ മെറ്റീരിയൽ ആണ്. ഇതിനെ നമ്മൾ വീണ്ടും സെഗ്രിഗേറ്റ് ചെയ്യുക അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? പെട്രോളും ഡീസലും കിട്ടുന്നത്. ഇങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? അനലിറ്റിക്കൽ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞത്. എന്താണ്? when raw materials is again subdivided into 2 different process or products, അതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? അനലിറ്റിക്കൽ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞത്. ഇനി സിന്തറ്റിക് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു പ്രൊഡക്റ്റ്, നമ്മൾ ഒരു ഫൈനൽ പ്രൊഡക്റ്റ് വേറെ പല രീതിയിലുള്ള റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? സിന്തറ്റിക് ഇൻഡസ്ട്രി എന്ന് പറയും. ഫോർ എക്സാമ്പിൾ പെയിന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരൊറ്റ റോ മെറ്റീരിയൽ മാത്രമല്ല പല രീതിയിലുള്ള കെമിക്കൽസ് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള കെമിക്കൽസോ റോ മെറ്റീരിയൽസോ യൂസ് ചെയ്തിട്ട് നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്ഷൻ പ്രോസസ് എല്ലാം ഏതിന്റെ കാറ്റഗറിയിൽ വരും? സിന്തറ്റിക് ഇൻഡസ്ട്രിയുടെ കാറ്റഗറിയിൽ വരും. ഇനി പ്രോസസിങ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റോ മെറ്റീരിയൽസിനെ ഡിഫറെന്റ് സ്റ്റേജസിലൂടെ ഒരു ഫൈനൽ പ്രൊഡക്റ്റ് ആക്കി മാറ്റുക. ഇതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? പ്രോസസിങ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞത്. എക്സാമ്പിൾ ടെക്സ്റ്റൈൽസ്. ഇപ്പൊ ആദ്യം കോട്ടൺ ജനറേറ്റ് ചെയ്യും, ആ കോട്ടണ് പിന്നെ നമ്മൾ എന്താ പറയാ എക്സ്ട്രാക്ട് ചെയ്യും, അതിനെ പിന്നെ എന്താ പറയാ ടെക്സ്റ്റൈൽ ഫോമിലേക്ക് മാറ്റും. ഇപ്പൊ ഒരുപാട് പ്രോസസ് ഇൻവോൾവ് ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? പ്രോസസിങ് ഇൻഡസ്ട്രി എന്ന് പറയും. അതുപോലെ തന്നെ അസംബ്ലിംഗ് ഇൻഡസ്ട്രി. അസംബ്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽസ്. ഇവിടെ എന്താണ്? പല പ്രൊഡക്ട്സ് പല പ്രോസസ്സിലൂടെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ആ പ്രൊഡക്ട്സ് എല്ലാം കമ്പൈൻ ചെയ്തിട്ട് ഒരു ഫൈനൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കും. ഈ ബിസിനസ്സിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? പ്രോസസിങ് അസംബ്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഇത് നന്നായിട്ട് നോട്ട് ചെയ്യുക. എക്സാമിന് എന്തായാലും ചോദിക്കുന്ന ഒരു ഭാഗമാണ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയുടെ ക്ലാസിഫിക്കേഷൻ. മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയുടെ ക്ലാസിഫിക്കേഷൻ മെയിൻ ആയിട്ട് അനലിറ്റിക്കൽ ഇൻഡസ്ട്രി. അനലിറ്റിക്കൽ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു നാച്ചുറൽ റോ മെറ്റീരിയൽ റിസോഴ്സിനെ സെഗ്രിഗേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? അനലിറ്റിക്കൽ ഇൻഡസ്ട്രി. സിന്തറ്റിക് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുക. പ്രോസസിങ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പ്രോസസ്സിലൂടെ കടന്നു പോയിട്ട് പല സ്റ്റേജസിലൂടെ കടന്നു പോയിട്ട് ഒരു പ്രൊഡക്റ്റ് ഫൈനൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കുക. അസംബ്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഫൈനൽ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ സ്മോൾ പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ കമ്പൈൻ ചെയ്തിട്ടോ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുക. ഇതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? അസംബ്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞത്. ഇനി സെക്കൻഡറി ഇൻഡസ്ട്രിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 2 ക്ലാസിഫിക്കേഷൻ ആണ് മെയിൻ ആയിട്ടുള്ളത്. ഒന്ന് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി, രണ്ടാമത്തത് ഏതാണ്? കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി. ഇപ്പൊ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലൊന്നും എന്താ പറയാ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. എന്തൊക്കെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാറുള്ളത്? ബിൽഡിങ്സ് കൺസ്ട്രക്ട് ചെയ്യും. അപ്പോൾ പ്രോസസ് ഓർ ബിസിനസ് ഇൻവോൾവ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിങ്സ്, റോഡ്സ്, bridges, dams, airport, etc. All these are considered as construction industry. Construction industry പ്രത്യേകത എന്താണെന്ന് മനസ്സിലാക്കുന്നത് എക്സാമിന് ചോദിക്കുന്ന കാര്യമാണ്. മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ടും ടെക്നോളജി ഇന്റൻസീവ് ആണ്. എന്താ ടെക്നോളജി ഇന്റൻസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നോളജി കൂടുതൽ യൂസ് ചെയ്യുന്നതാണ്. മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നോളജി ആൻഡ് ക്യാപിറ്റൽ ഇന്റൻസീവ് ആണ്. എപ്പോഴും കൂടുതൽ പൈസയും അല്ലെങ്കിൽ ടെക്നോളജി അല്ലെങ്കിൽ മെഷീനറി കൂടുതൽ ആവശ്യമായിട്ടുള്ള ഇൻഡസ്ട്രിയാണ് ഏത്? മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി. എന്നാൽ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി എന്താണ്? ലേബർ ഇന്റൻസീവ് ആണ്. കാരണം കൂടുതൽ ലേബേഴ്സിന് ആവശ്യം വരുന്ന ഇൻഡസ്ട്രിയാണ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി. ഇത് ഓർത്ത് വെക്കുക. മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി എന്താണ്? ക്യാപിറ്റൽ ആൻഡ് ടെക്നോളജി ഇന്റൻസീവ് ഇൻഡസ്ട്രി ആണ്. എന്നാൽ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി എന്താണ്?
ലേബർ ഇന്റൻസീവ് ഇൻഡസ്ട്രി ആണ്. എന്താ ലേബർ ഇന്റൻസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ഹ്യൂമൻ റിസോഴ്സിനെ അല്ലെങ്കിൽ എംപ്ലോയീസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഇൻഡസ്ട്രിയാണ്. നെക്സ്റ്റ് ആണ് എന്ത്? ടെർഷ്യറി ഇൻഡസ്ട്രി. എന്താണ് ടെർഷ്യറി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ business involves the activity of providing services, the process of providing services. എല്ലാ സർവീസ് ആക്ടിവിറ്റീസും എന്തിൽ ഉൾപ്പെടുന്നതാണ്? ടെർഷ്യറി ഇൻഡസ്ട്രിയിൽ ഉൾപ്പെടുന്നതാണ്. ഫോർ എക്സാമ്പിൾ ബസ് സർവീസ്, ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് സർവീസ്, ബാങ്കിങ്, ഇൻഷുറൻസ്. അപ്പോൾ മാനുഫാക്ചറിങ് പ്രൊഡക്ഷൻ എന്നുള്ളത് എന്താണ്? സെക്കൻഡറി ഇൻഡസ്ട്രി ആണ്. റോ മെറ്റീരിയൽസ് എക്സ്ട്രാക്ഷൻ എന്നുള്ളത് പ്രൈമറി ഇൻഡസ്ട്രി ആണ്. സർവീസ് എന്നുള്ളത് ടെർഷ്യറി ഇൻഡസ്ട്രി ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ ചിലപ്പോൾ ഓപ്ഷൻസ് ആയിട്ട് ചിലപ്പോൾ ചോദിക്കും പരീക്ഷയ്ക്ക് ഒരു 4 കാര്യങ്ങൾ എന്നിട്ട്. ഇപ്പോൾ പെട്രോളിയം ഇൻഡസ്ട്രി ഏതാണ്? മാനുഫാക്ചറിങ് ആണോ? അതുപോലെ എന്താ പറയാ ഫിഷിങ് ഏതാണ്? അതുപോലെ ബാങ്കിങ് അല്ലെങ്കിൽ ഇൻഷുറൻസ്. നിങ്ങൾക്ക് സെഗ്രിഗേറ്റ് ചെയ്തിട്ട് പറയാൻ പറ്റണം. ബാങ്കിങ്, ഇൻഷുറൻസ്, സ്കൂള്, അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ, ബസ് സർവീസ്, പിന്നെ എന്താ പറയുക ഹോട്ടല്, ഇതെല്ലാം എന്താണ്? ടെർഷ്യറി ഇൻഡസ്ട്രി ആണ്. നേരെ മറിച്ച് ഓട്ടോമൊബൈൽസ്, സോപ്പ്, പെയിന്റ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം എന്താണ്? സെക്കൻഡറി ഇൻഡസ്ട്രി ആണ്. പെട്രോളിയം, ഓയില്, ഗോൾഡ്, അതുപോലെ എന്താ പറയാ എനിമൽ ബ്രീഡിങ്, ഫ്ലവേഴ്സ്, ഫ്രൂട്ട്സ്, ഇതെല്ലാം എന്താണ്? പ്രൈമറി ഇൻഡസ്ട്രി ആണ്. ക്ലിയർ? അപ്പൊ നമ്മൾ എന്താണ്? ഫംഗ്ഷന്റെ അടിസ്ഥാനത്തിലാണ് ബിസിനസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് എന്ത്? ഇൻഡസ്ട്രി. ആൻഡ് സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ഏതാണ്? കൊമേഴ്സ്. അപ്പൊ ഇൻഡസ്ട്രി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്? കൊമേഴ്സ് ആണ്. ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ടെന്നുണ്ടെങ്കിൽ വെബിനാർ ആയതുകൊണ്ട് പറയാൻ പറ്റാം. നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്തിട്ട്. ഓക്കെ, അടുത്ത ടോപ്പിക്ക് മൂവ് ചെയ്യാമല്ലോ അല്ലേ? ഈ നെക്സ്റ്റ് എന്താണ്? കൊമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അല്ലെ, കൊമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒന്നുമില്ല, നമ്മൾ ഒരു ബിസിനസ് മാൻ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസർ ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രൊഡക്ഷൻ നടത്തും. ഈ ഉണ്ടാക്കിയ പ്രൊഡക്റ്റ് കൺസ്യൂമറിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം ആക്ടിവിറ്റീസ് ചെയ്യുന്നു, ആ ആക്ടിവിറ്റീസിനെ മുഴുവൻ നമ്മൾ പറയുന്ന പേരാണ് കൊമേഴ്സ്. നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി, ആ പ്രൊഡക്റ്റ് നമ്മളെടുത്തുനിന്ന് ആരടുത്തേക്ക് എത്തണം? പ്രൊഡ്യൂസറുടെ അടുത്തുനിന്ന് പ്രൊഡക്റ്റ് ആരടുത്തേക്ക് എത്തണം? കൺസ്യൂമറിലേക്ക് എത്തണം. അപ്പൊ കൺസ്യൂമറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരു പ്രൊഡ്യൂസർ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റിയും അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് കൺസ്യൂമറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസിനെയും നമ്മൾ ഒരുമിച്ച് പറയുന്ന പേരാണ് കൊമേഴ്സ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ കൊമേഴ്സിൽ 2 ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന് ട്രേഡ്, രണ്ടാമത്തത് എയ്ഡ്സ് ടു ട്രേഡ്. അപ്പൊ ഗുഡ്സ് കൺസ്യൂമറിനെ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടോ, എന്തൊക്കെ പ്രോബ്ലംസ് ഒഴിവാക്കുന്നുണ്ടോ, ഇവിടെ റിമൂവൽ ഓഫ് ഹിൻഡ്രൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒബ്സ്റ്റക്കിൾസ്, തടസ്സങ്ങൾ ഒഴിവാക്കുന്ന പ്രോസസ്സ്. കൺസ്യൂമറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ തടസ്സങ്ങളുണ്ടോ ആ തടസ്സങ്ങളെല്ലാം നീക്കുന്ന ആക്ടിവിറ്റീസും എന്താണ്? കൊമേഴ്സ് ആണ്. കൊമേഴ്സിന് സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? ട്രേഡ് ആണ്. എന്താണ്? സെയിൽ ഓർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ്.
പക്ഷെ അത് മാത്രമല്ല, അതിന്റെ പുറമെ വേറെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നുണ്ട്. എന്താണ്? ട്രേഡിന്റെ കൊമേഴ്സിന്റെ ഭാഗമാണ്. ഇതൊരു കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റിയാണ്. പ്രൊമോഷൻ ചെയ്യുന്നുണ്ട്, കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റിയാണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? കൊമേഴ്സ് എന്ന് പറഞ്ഞത്. മനസ്സിലാക്കി വെക്കുക, ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസറിന്റെ അടുത്ത് നിന്ന് കൺസ്യൂമറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരു ബിസിനസ് ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റിയും ആണ് നമ്മൾ പറഞ്ഞത് കൊമേഴ്സ് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ കൊമേഴ്സ് ഈസ് ഈക്വൽ ടു എന്താണ്? ട്രേഡ് പ്ലസ് എയ്ഡ്സ് ടു ട്രേഡ്. എന്താണ് ട്രേഡ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സെയിൽ ഓഫ് ഗുഡ്സിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ട്രേഡ്. റെഗുലർ ആയിട്ട് ഗുഡ്സ് സെയിൽ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ട്രേഡ് എന്ന് പറഞ്ഞത്. അത് ചെയ്യുന്ന ആളെ നമ്മൾ ട്രേഡർ എന്ന് പറയും. ഈ ട്രേഡിന് പുറമെ എയ്ഡ്സ് ടു ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ സെയിൽസ് ഓഫ് ഗുഡ്സ് നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ്, ഗുഡ്സ് സെയിൽ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? എയ്ഡ്സ് ടു ട്രേഡ് എന്ന് പറഞ്ഞത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അഡ്വർടൈസ്മെന്റ് എന്താണ്? ഒരു എയ്ഡ്സ് ടു ട്രേഡ് ആണ്. പാക്കേജിങ് എന്താണ്? എയ്ഡ്സ് ടു ട്രേഡ് ആണ്. വെയർ ഹൗസിംഗ് എന്താണ്? എയ്ഡ്സ് ടു ട്രേഡ് ആണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? കൊമേഴ്സ് എന്ന് പറഞ്ഞത്. ഈ ട്രേഡ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. മെയിൻ ആയിട്ട് ട്രേഡിനെ ഇന്റേണൽ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ഓറിയന്റഡ് ആയിട്ട് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഹോം ട്രേഡിനെ അല്ലെങ്കിൽ വിത്തിൻ ദ കൺട്രി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായിട്ട് ക്ലാസിഫൈ ചെയ്യാം? ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ട്രേഡ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. എക്സ്റ്റേണൽ ട്രേഡ് ആണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. എന്താ പറയുക? എക്സ്പോർട്ട്, ഇമ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്. ഇപ്പോ ഹോം ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തിൻ ദ കൺട്രി 2 രീതിയിലാണ് ട്രേഡ് നടക്കുന്നത്, സെയിൽ ഓഫ് ഗുഡ്സ് നടക്കുന്നത്. ഒന്ന് ഹോൾസെയിൽ ട്രേഡും റീറ്റെയിൽ ട്രേഡും. അപ്പോൾ സെയിൽ ഓഫ് ഗുഡ്സ് ഇൻ ബൾക്ക് ക്വാണ്ടിറ്റി ആണെന്നുണ്ടെങ്കിൽ, സെയിൽ ഓഫ് ഗുഡ്സ് ഇൻ ഹൈ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ലാർജ് ക്വാണ്ടിറ്റി ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അതെന്താണ്? ഹോൾസെയിൽ ട്രേഡ് ആണ്. സാധാരണ റീറ്റെയിലേഴ്സ് ആണ് എന്താണ്? ഹോൾസെയിൽ ട്രേഡറുടെ കസ്റ്റമർ. റീറ്റെയിൽ ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ട്രേഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? സെയിൽ ഓഫ് ഗുഡ്സ്. സെയിൽ ഓഫ് ഗുഡ്സ് ഇൻ സ്മോൾ ക്വാണ്ടിറ്റി ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? റീറ്റെയിൽ ട്രേഡ് എന്ന് പറയും. ഇത് ഏതിന്റെ അണ്ടറിൽ വരുന്നതാണ്? ഹോം ഓർ ഇന്റേണൽ ഓർ ഡൊമസ്റ്റിക് ട്രേഡിൽ വരുന്നതാണ്. ഇനി രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആയിട്ടുള്ള ഫോറിൻ ട്രേഡ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ട്രേഡിനെ നമുക്ക് 3 ആയിട്ട് തരംതിരിക്കാൻ പറ്റും. എക്സ്പോർട്ട്, ഇമ്പോർട്ട് ആൻഡ് എൻട്രിപ്പോർട്ട്. ഇതിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് അല്ലെങ്കിൽ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ് എന്താണ് എൻട്രിപ്പോർട്ട് എന്നുള്ളത്. അത് എക്സാമിന് ചോദിക്കും. മറ്റത് രണ്ടും നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം. എക്സ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഇന്ത്യയിൽ നിന്ന് ഏതെങ്കിലും ഒരു സാധനം എന്ത് ചെയ്യാണ്? വേറൊരു രാജ്യത്തേക്ക് കയറ്റുമതി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് എക്സ്പോർട്ട് എന്ന് പറയും. അത് പ്രൊഡക്ട്സ് ഉണ്ടാക്കാൻ ആയിരിക്കാം, അതല്ലെങ്കിൽ യൂസ് ചെയ്യാനായിരിക്കാം, അതെല്ലാം എക്സ്പോർട്ടിൽ വരും. ഇമ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടോ നമുക്ക് എന്തെങ്കിലും ഒരു ഗുഡ്സോ പ്രൊഡക്റ്റോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ നമ്മൾ വേറൊരു രാജ്യത്ത് നിന്ന് ഒരു പ്രൊഡക്റ്റ് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്, നമ്മൾ ഇന്ത്യയിലോട്ട് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? ഇമ്പോർട്ട് എന്ന് പറയും. എൻട്രിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ വേറൊരു രാജ്യത്ത് നിന്ന് ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യാണ്, എന്നിട്ട് നമ്മൾ അത് എന്ത് ചെയ്യുന്നില്ല? നമ്മൾ യൂസ് ചെയ്യണില്ല. നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യാണ്? നമ്മൾ അത് വേറൊരു രാജ്യത്തേക്ക് എക്സ്പോർട്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഒരു സാധനം ആദ്യം ഇമ്പോർട്ട് ചെയ്യുന്നു. ആ ഇമ്പോർട്ട് ചെയ്ത അതേ സാധനം എന്ത് ചെയ്യുന്നു? ഇന്ത്യയിൽ നിന്ന് തിരിച്ച് ഖത്തറിലേക്കോ അല്ലെങ്കിൽ UAE-യിലേക്കോ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? എൻട്രിപ്പോർട്ട് എന്ന് പറഞ്ഞത്. ക്ലിയർ? ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത് എയ്ഡ്സ് ടു ട്രേഡ്. എയ്ഡ്സ് ടു ട്രേഡ് നമ്മൾ ഓൾറെഡി ഒരു ഔട്ട്ലൈൻ പറഞ്ഞു. എന്താണ്? ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു സെയില് നടക്കാൻ വേണ്ടിയിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസിനെയും നമ്മൾ ഒരുമിച്ച് പറയുന്ന പേരാണ് എന്ത്? എയ്ഡ്സ് ടു ട്രേഡ്. അപ്പൊ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസറിൽ നിന്ന് കൺസ്യൂമറിലേക്ക് എത്തണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്? സപ്പോർട്ടീവായിട്ട് കുറെ ആക്ടിവിറ്റീസ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ വെയർ ഹൗസിങ് ചെയ്യണം. എന്താ വെയർ ഹൗസിങ്? ഗുഡ്സ് ഗോഡൌണിൽ സ്റ്റോർ ചെയ്യുക അല്ലെ. പാക്കേജിങ് ചെയ്യണം, ട്രാൻസ്പോർട്ടേഷൻ പ്രോപ്പർ ആവാൻ വേണ്ടിയിട്ട് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യണം, കമ്മ്യൂണിക്കേഷൻ ചെയ്യണം, ഗുഡ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഇൻഷുറൻസ് സപ്പോർട്ട് എടുക്കണം,
ആൾക്കാരിലേക്ക് അറിയപ്പെടാൻ വേണ്ടിയിട്ട് അഡ്വർടൈസ്മെന്റ് ചെയ്യണം. ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാലാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്കൊരു ഗുഡ്സ് പ്രൊഡ്യൂസറിൽ നിന്ന് കൺസ്യൂമറിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്തരത്തില് ഗുഡ്സ്, ഒരു പ്രൊഡക്റ്റിനെ അല്ലെങ്കിൽ ഗുഡ്സിനെ പ്രൊഡ്യൂസറിൽ നിന്ന് കൺസ്യൂമറിലേക്ക് എത്തിക്കാൻ വേണ്ടി ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും ഏത് കാറ്റഗറിയിൽ വരും? എയ്ഡ്സ് ടു ട്രേഡ് കാറ്റഗറിയിൽ വരും. അതിൽ മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യും. ഒന്നെന്താണ് ബാങ്കിങ് സർവീസസ്. നമുക്കറിയാം ബിസിനസ് നടക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? പൈസ വേണം, അല്ലെങ്കിൽ ഫണ്ട് അവൈലബിൾ ആയിരിക്കണം, അല്ലെ? ബാങ്ക് എന്ത് ചെയ്യും? ഒരു ബിസിനസിന്റെ ഫണ്ട് ഷോർട്ടേജ് വരുമ്പോൾ ലോൺസ് പ്രൊവൈഡ് ചെയ്തിട്ട് ബിസിനസിനെ സപ്പോർട്ട് ചെയ്യും. അപ്പൊ അതിനെ നമുക്ക് എന്തായിട്ട് കണക്കാക്കാൻ പറ്റും? എയ്ഡ്സ് ടു ട്രേഡ് ആയിട്ട് കണക്കാക്കാൻ പറ്റും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കമ്പനി എന്തുണ്ടാക്കി? കുറെ നല്ല പ്രൊഡക്ട്സ് ഉണ്ടാക്കി. ഇനി അത് ട്രാൻസ്പോർട്ടേഷൻ നടത്തിയിട്ട് റീറ്റെയിലേഴ്സിലേക്ക് എത്തിക്കാനുള്ള പൈസ അവരുടെ കയ്യിലില്ല. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അവർക്ക് ആര് ഫണ്ട് കൊടുക്കും? ബാങ്ക് ലോൺ കൊടുക്കും. കാരണം ഓൾറെഡി എന്താണ്, പ്രൊഡക്റ്റ് റെഡിയാണ്, അത് ബാങ്കിന് ഒരു ഗ്യാരണ്ടിയാണ്. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ. നമുക്കറിയാം ലോജിസ്റ്റിക്സ് അല്ലെങ്കിൽ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ്, പ്രത്യേകിച്ച് നമ്മളിന്ന് ഓൺലൈൻ മാർക്കറ്റിലാണ് എന്ത് ചെയ്യുന്നത്, സർവൈവ് ചെയ്യുന്നത്. അപ്പൊ ഒരു ബിസിനസ് പ്രോപ്പർ ആയിട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഒരു പ്രോപ്പർ ലോജിസ്റ്റിക് സിസ്റ്റം ഉണ്ടായിരിക്കണം, ഒരു ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ട്രാക്കിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു ബിസിനസ്സിന് പ്രൊഡക്റ്റ് കൺസ്യൂമറിന്റെ കറക്റ്റ് ടൈമിൽ എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് ബിസിനസ്സിന് പ്രൊഡ്യൂസറിന് ഗുഡ്സ് എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇതിന് ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? എയ്ഡ്സ് ടു ട്രേഡ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇൻഷുറൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിസിനസിന്റെ ഫീച്ചർ ആയിട്ട് ബിസിനസ്സിൽ എന്തുണ്ട്? റിസ്ക് ഇൻവോൾവ്ഡ് ആണ്, അല്ലെ? ഏതൊരു ബിസിനസ്സിലും എന്താണ്? റിസ്ക് ഇൻവോൾവ്ഡ് ആണ്. റിസ്കിൽ നിന്ന് ഒരു എന്താ പറയാ പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഡാമേജിൽ നിന്നോ എന്താ പറയാ വേസ്റ്റേജിൽ നിന്നോ അല്ലെങ്കിൽ ആക്സിഡന്റിൽ നിന്നൊക്കെ പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബിസിനസ് എന്ത് യൂസ് ചെയ്യും? ഇൻഷുറൻസ് ക്ലെയിം ചെയ്യും. അപ്പൊ ഇൻഷുറൻസ് എന്നുള്ളത് എന്താണ്? ബിസിനസിന്റെ റിസ്ക് കുറയ്ക്കുന്ന ആക്ടിവിറ്റിയാണ്. ബിസിനസ്സിന് കോൺഫിഡന്റ് ആയിട്ട് പ്രൊഡക്റ്റ് കൺസ്യൂമറിന് കൊടുക്കാൻ സപ്പോർട്ട് ചെയ്യുന്ന ആക്ടിവിറ്റിയാണ്. അതുകൊണ്ട് തന്നെ അതെന്താണ്? എയ്ഡ് ടു ട്രേഡ് ആക്ടിവിറ്റിയിൽ കൊടുക്കും. അഡ്വർടൈസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ജനങ്ങളിൽ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടുള്ള അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക. ഈ അവയർനെസ് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് എന്ത്? പ്രൊഡക്റ്റ് ആൾക്കാർ വാങ്ങിക്കുക. അപ്പൊ അതും എന്താണ്? എയ്ഡ്സ് ടു ട്രേഡ് ആക്ടിവിറ്റിയാണ്. വെയർ ഹൗസിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? ആൾക്കാർ ചോദിക്കുന്നതനുസരിച്ചിട്ട് ഒരിക്കലും പ്രൊഡക്റ്റ് ഉണ്ടാക്കി കൊടുക്കൽ എന്തല്ല, പോസിബിൾ അല്ല. ഏതൊരു പ്രൊഡ്യൂസറും എന്താ ചെയ്യുക? ഡിമാൻഡ് നോക്കിയിട്ട്, മനസ്സിലാക്കുക, ഡിമാൻഡ് നോക്കിയിട്ട് ഒരു എമൗണ്ട് ഓഫ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്റ്റ് എന്തുണ്ടാക്കും? ആ ക്വാണ്ടിറ്റിനെ എന്നിട്ട് എന്ത് ചെയ്യും? വെയർ ഹൗസിൽ അല്ലെങ്കിൽ ഗോഡൌണിൽ സ്റ്റോർ ചെയ്യും. ഈ സ്റ്റോർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? വെയർ ഹൗസിംഗ് എന്ന് പറഞ്ഞത്. ഇമ്മീഡിയറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഈസി ആയിട്ട് ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രോസസ് ആണ് എന്ത്? വെയർ ഹൗസിംഗ്. സോ ഇത്രയാണ് നമുക്ക് ഫങ്ഷൻസ് ഓഫ് ബിസിനസിന്റെ, അതായത് ക്ലാസിഫിക്കേഷനിൽ നമ്മൾ ഇൻഡസ്ട്രി പറഞ്ഞു, അതോടൊപ്പം തന്നെ എന്ത് പറഞ്ഞു? കോമേഴ്സും പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിൽ പോകാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. എക്സാം ഓറിയന്റഡ് ആണ്. എക്സാമിന് മാർക്ക് മിസ്സാവാതെ നോക്കുക. എല്ലാവരും പഠിച്ചു തീർന്നോ? അതോ പഠിക്കാൻ തുടങ്ങിയോ? പഠിക്കാൻ തുടങ്ങിയിട്ടില്ലാന്നോ പഠിച്ചു തീർന്നിട്ടില്ലാന്നോ? തുടങ്ങുന്നുണ്ടോ അല്ലേ? ഓക്കെ.
എനിക്ക് ഏറ്റവും ഡിഫിക്കൽട്ട് ഉള്ള സബ്ജക്ട് ഏതാ? ബിസിനസ് സ്റ്റഡീസ് ആണോ, അക്കൗണ്ടിങ് ആണോ? ബിസിനസ് സ്റ്റഡീസ് ബുദ്ധിമുട്ട് എത്ര ആൾക്കാർക്ക് ഉണ്ട് ഇതില്? റോഷൻ, ബിസിനസ് സ്റ്റഡീസ് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ ഹെഡിങ്സ് ഉണ്ടല്ലോ, ആ ജസ്റ്റ് ആ ഹെഡിങ്സ് നിങ്ങൾ ഒന്ന് എഴുതുക. ഒന്ന് എഴുതിയിട്ട് ആ ഹെഡിങ്സിന്റെ ആൻസർ നിങ്ങൾക്ക് മനസ്സിൽ വരുന്നുണ്ടോ എന്ന് നോക്കുക. പഠിക്കാനാണ് നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് തോന്നുന്നത് ബിസിനസ് സ്റ്റഡീസ് ബുദ്ധിമുട്ടാണോ മടിയാണോ? ഇതിലേതാ? മടിയാണോ അതോ ബുദ്ധിമുട്ടാണോ? സത്യം പറഞ്ഞു ആരൊരാള്. ബിസിനസ് സ്റ്റഡീസ് ആണ് ഏറ്റവും എളുപ്പമുള്ള എന്താ പറയുക ഒരു സബ്ജക്റ്റ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും, പൊതുവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ ഇനി ഇൻട്രസ്റ്റ് വരാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ബിസിനസ്സിനെ നിങ്ങൾ ഇഷ്ടപ്പെടണം, അപ്പോഴേ ബിസിനസ് സ്റ്റഡീസ് നിങ്ങൾക്ക് ഇഷ്ടമാവുള്ളൂ. കാരണം ഒരു എന്താ പറയാ എന്താണ് ഒരു ബിസിനസ്മാനും എംപ്ലോയിയും തമ്മിലുള്ള വ്യത്യാസം? ഒരു ബിസിനസ്മാൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ബിസിനസ്സിനെ ഇഷ്ടപ്പെടണം. ബിസിനസ്മാന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ, ഒരു ജോലി ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ കാലാകാലം അയാൾ പൈസക്ക് വേണ്ടിയിട്ടാണ് ജോലി ചെയ്യുന്നത്. നേരെ മറിച്ച് നിങ്ങളൊരു ബിസിനസ്മാൻ ആവുകയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? പൈസ നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യും. മനസ്സിലായോ? ഞാൻ എപ്പോഴും എൻ്റെ സ്റ്റുഡൻസിനോട് പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾക്കൊരു ഡ്രീം ഉണ്ടാവുമല്ലോ. അപ്പൊ ഇതിലെല്ലാവർക്കും ഒരു ഡ്രീം ഉണ്ടാവും, ഒരു വിഷൻ ഉണ്ടാവും, അല്ലെ? എന്താ പറയാ, ഒരു ഗോൾ ഉണ്ടാവും, ഇല്ലെങ്കിൽ ഉണ്ടാവണം. അപ്പോഴാണ് നമുക്ക് എന്താ പറയാ ആ ഗോളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരു എനർജി ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യും. അപ്പൊ എപ്പോഴും നിങ്ങളുടെ ഗോൾ ഒരു ബിസിനസ്മാൻ ആവാൻ വേണ്ടിയിട്ട് നോക്കുക, അല്ലെങ്കിൽ ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. തുടക്കത്തിൽ തന്നെ അല്ല, അറ്റ്ലീസ്റ്റ് ഒരു ചെറിയ ബിസിനസ് എങ്കിലും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ നമ്മളൊരു ജോലിയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ജോലിക്ക് ഒരു ദിവസം ലീവ് എടുത്തു, ജോലിക്ക് നമുക്ക് സാലറിയാണ് കിട്ടുക. നമ്മളൊരു ദിവസം ലീവ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ പൈസ കിട്ടില്ല. പിന്നെ കാലാകാലം നമ്മൾ എന്തിനാ ജോലി ചെയ്യുന്നത്? പൈസക്ക് വേണ്ടിയിട്ടാണ് ജോലി ചെയ്യുന്നത്. ഇനി ഒരു ബിസിനസ്മാന്റെ ലൈഫ് എടുത്തു വെക്കുക, നമ്മൾ എടുത്തുള്ള ഒരു ഷോപ്പ് കീപ്പർ അല്ലെങ്കിൽ ഒരു കച്ചവടക്കാരൻ തന്നെ ലൈഫ് എടുത്തു വെക്കുക. അയാൾ അവിടെ കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്തു. പിന്നീട് ആ പൈസയാണ് അയാൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നത്. അയാൾ വീട്ടിൽ പോകുമ്പോഴും അവിടെ കച്ചവടം നടക്കുന്നുണ്ട്, അയാളെ അക്കൗണ്ടിൽ പൈസ വരുന്നുണ്ട്. അല്ലെങ്കിൽ അയാൾ ആ സ്ഥലത്തില്ലെങ്കിലും അവിടെ ബിസിനസ് നടക്കുന്നുണ്ട്. ഇത് വലിയൊരു ഡിഫറൻസ് ആണ്. പിന്നെ ഒരു ബിസിനസ്സിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ കൊമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ്സിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അക്കൗണ്ടിങ് എന്നുള്ളത് ബിസിനസിന്റെ ടൂളാണ്. പക്ഷെ ബിസിനസ്സിനെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബിസിനസിനെ പറ്റിയിട്ടുള്ള നോളേജ് തന്നെ വേണം. അപ്പോ എന്താ പറയാ, സാധാരണ ഒരു മിസ്കോൺസെപ്റ്റ് വരലുണ്ട്. ചിലർ പറയും അക്കൗണ്ടൻസി ഭയങ്കര ടഫാണ്. അക്കൗണ്ടൻസി ജോലിക്ക് ഭയങ്കര ആവശ്യമാണ്, ജോലി ഒരുപാടുണ്ട്. പക്ഷെ ബിസിനസ് സ്റ്റഡീസ് നിങ്ങളെ ഒരു ബിസിനസ്മാൻ ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അല്ലെങ്കിൽ ഏതൊരു മേഖലയ്ക്കും നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കയറി ചെല്ലാൻ പറ്റും. കാരണം എല്ലാ ഫീൽഡും എന്താണ്? ബിസിനസ്സാണ്. എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ അതിൽ ബിസിനസ്സാണ് നടക്കുന്നത്, പ്രൊഡക്ഷൻ ആയിക്കോട്ടെ ബിസിനസ്സാണ് നടക്കുന്നത്, ഹോസ്പിറ്റൽ ആയിക്കോട്ടെ ബിസിനസ്സാണ് നടക്കുന്നത്, എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ ബിസിനസ്സാണ് നടക്കുന്നത്. ഈ സബ്ജക്റ്റിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ്, പിന്നെ നമുക്ക് മടി വരാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഫിലിം കാണുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ ഒന്നും മടി വരാറുണ്ടോ? കോൺസെൻട്രേഷൻ 100% ഒക്കെ ആയിട്ടുണ്ടാവും, അല്ലെ? പഠിക്കുമ്പോഴും അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോഴും നമുക്ക് കോൺസെൻട്രേഷൻ 100% കിട്ടൂല. കിട്ടാറുണ്ടോ? ഒരു മണിക്കൂറൊക്കെ 100% കോൺസെൻട്രേഷൻ കൊണ്ട്
പഠിക്കണ എത്ര പേരുണ്ട്, അല്ലെങ്കിൽ പ്രാർത്ഥിക്കണ എത്ര പേരുണ്ട് ഇവിടെ? പ്രാർത്ഥിച്ചിട്ടുള്ള എത്ര ആരെങ്കിലും ഉണ്ടോ? നേരെ മറിച്ച് ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ്, 1 മണിക്കൂർ ഫുൾ കോൺസെൻട്രേഷനോട് കൂടിയിട്ട് ഫിലിം കണ്ട എത്ര ആൾക്കാരുണ്ട്? റോഷൻ. ആ, അപ്പൊ ഇതെന്താ സംഭവിക്കുന്നത്? ഇതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ കാരണം എന്താ? ഇതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫിലിം കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ബിരിയാണി കഴിക്കുമ്പോൾ നമുക്ക് എന്താണ്, ഓൺ ദ സ്പോട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, റിസൾട്ട് കിട്ടുന്നത് അല്ലെ? നമ്മൾ ഫിലിം കാണുമ്പോൾ ഓൺ ദ സ്പോട്ട് എന്റർടൈൻഡ് ആവുന്നുണ്ട്, ബിരിയാണി കഴിക്കുമ്പോൾ ഓൺ ദ സ്പോട്ട് ടേസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെ? പക്ഷെ പഠിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും റിസൾട്ട് ഓൺ ദ സ്പോട്ട് കിട്ടുന്നുണ്ടോ? കിട്ടണില്ല. അതുകൊണ്ടാണ് നമുക്ക് മടിയും അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിനോട് താല്പര്യവും ഇല്ലാത്തത്. അപ്പൊ ഇതിന് റിസൾട്ട് എപ്പോഴാണ് കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് വെയിറ്റ് ചെയ്യണം. നിങ്ങളിപ്പോ +1 അല്ലേ, ഒരു 5 വർഷം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ബിരിയാണിനെക്കാട്ടിലും അല്ലെങ്കിൽ ഫിലിമിനെക്കാട്ടിലും ഒക്കെ ടേസ്റ്റ് ഉള്ള ലൈഫ് കിട്ടും. ഇതിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം. നമ്മൾ ഫിലിമിൽ 2 മണിക്കൂർ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓൺ ദ സ്പോട്ട് റിസൾട്ട് കിട്ടുന്നുണ്ട്. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? +1 +2 പിന്നെ ഡിഗ്രിയോ CA CMA ഏത് കോഴ്സോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പോവുക. നിങ്ങളെ മനസ്സെന്താണ് പറയുന്നത് അത് കേട്ടിട്ട് പോവുക. അങ്ങനെ പോകുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾക്ക് ഫിലിം കാണുന്നതിനേക്കാട്ടിലും ബിരിയാണി കഴിക്കുന്നതിനേക്കാട്ടിലൊക്കെ നല്ലൊരു എന്താ പറയാ, നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമൊക്കെ നമ്മുടെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊക്കെ നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ടാവുമല്ലോ. അതുപോലത്തെ ഒരുപാട് ദിവസങ്ങൾ, ഒരുപാട് സമയങ്ങൾ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് മനസ്സിലാക്കുക. പിന്നെ നിങ്ങൾ ഇത് പഠിക്കല്ല, നിങ്ങൾ ജോലി ചെയ്യാണ്. ഇതിന്റെ കൂലി എന്താണ് കുറച്ച് കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ. അത്ര മനസ്സിലാക്കിയാൽ മതി. അപ്പൊ നിങ്ങളോട് പറയാണ്, ബിസിനസ് സ്റ്റഡീസിൽ 100ൽ 100 മാർക്ക് വാങ്ങിയ 1 ലക്ഷം രൂപ കിട്ടും. ഇത് പറയാണ്, നിങ്ങൾ ശ്രമിക്കൂല്ലേ? ബിസിനസ് സ്റ്റഡീസിൽ നിങ്ങൾക്കൊരു ജോലി ഉണ്ട്. എന്താ ജോലി? ഈ ബിസിനസ് സ്റ്റഡീസിൽ 100ൽ 100 മാർക്ക് വാങ്ങണം, അല്ലെങ്കിൽ 90% എബോവ് വാങ്ങിക്കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ നിങ്ങൾക്ക് ശമ്പളം തരാം. അപ്പൊ എന്താണ്? അപ്പൊ നമ്മൾ പഠിക്കുക എന്നുള്ള മെന്റാലിറ്റി മാറ്റിയിട്ട് എന്ത് മാറ്റണം? ഞാൻ ജോലി ചെയ്യാണ്, പക്ഷെ ജോലിയുടെ ശമ്പളം എനിക്ക് എന്തേ കിട്ടുള്ളൂ? കുറച്ച് കഴിഞ്ഞേ കിട്ടുള്ളൂ. കുറച്ച് കഴിഞ്ഞ് മാത്രമല്ല, നിങ്ങൾക്ക് ഇപ്പൊ തന്നെ കിട്ടും. നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ പഠിച്ചു, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നല്ല രീതിയിൽ പഠിച്ചിട്ട് നിങ്ങൾ ഏറ്റവും ടോപ്പ് സ്കോളർ ആയി നിൽക്കുക. അങ്ങനെ ആയി കഴിഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് സ്കോളർഷിപ്പ് നിങ്ങൾക്ക് കിട്ടും. പല കമ്പനീസിന്റെ സ്കോളർഷിപ്പ് ഉണ്ടാവാം, ഗവൺമെന്റിന്റെ സ്കോളർഷിപ്പ് ഉണ്ടാവാം. അതുപോലെ തന്നെ എന്താ പറയാ, നിങ്ങളുടെ നാട്ടിലെ ഏറ്റവും നല്ല മാർക്കുള്ള അല്ലെ, ഒന്ന് ആലോചിച്ച് നോക്ക്. റോഷന്റെ നാട്ടിലെ ഏറ്റവും നല്ല +2 റെക്കോർഡ് ഇട്ട വ്യക്തി. അതുപോലെ തന്നെ റോഷൻ മാത്രമല്ല, ബാക്കിയുള്ളവർ, റോഷന്റെ പേരാണ് കാണുന്നത് എന്ന് പറയാണ്. ബാക്കിയുള്ളവരൊക്കെ റെസ്പെക്ട് ചെയ്യുക. ഇതുവരെ റോഷനെ എന്താ പറയാ മൈൻഡ് ചെയ്യാത്തവരൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങും? റോഷൻ വിചാരിച്ച പോലെയല്ല, അല്ലെങ്കിൽ എന്താ പറയാ, ആരാണ് പേരൊന്നും കാണാനില്ല, മോൺസ്റ്റർ എന്നൊക്കെയാണ് കാണാറുള്ളത്. അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ വരും. അപ്പൊ ആ രീതിയിൽ ചിന്തിക്കണം. നമ്മളെന്താണ്, നമ്മളൊരു ജോലിയാണ് ചെയ്യുന്നത്. ആ ജോലി നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അതിന് എന്ത് കിട്ടും? റിസൾട്ട് കിട്ടും. ഓക്കെ. അപ്പൊ അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ ബിസിനസ് സ്റ്റഡീസും എന്താണ് നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. സോ നമുക്ക് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ കൂടെ ഡിസ്കസ് ചെയ്യാം. ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനിൽ മെയിൻ ആയിട്ട് എന്താണ്? ഫസ്റ്റ് ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ആണ് ഒന്ന് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ബിസിനസ് ഈസ് ഓൺഡ് ആൻഡ് കൺട്രോൾഡ് ബൈ എ സിംഗിൾ പേഴ്സൺ. ഒരു ബിസിനസ് ഒരാളാണ് ഓൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ അയാൾ മാത്രമാണ് കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറഞ്ഞത്. അപ്പൊ ഈ ബിസിനസ് റൺ ചെയ്യുന്ന ആളെ നമ്മൾ പറഞ്ഞ പേരാണ് സോൾ ട്രേഡർ എന്ന്. നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് കാണാൻ പറ്റുന്ന ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ആണ് എന്ത്? സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. കാരണം എന്താണ്? അത് ഈസി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഫോം ഓഫ് ബിസിനസ് ആണ്. ഏറ്റവും ഈസി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഫോം ഓഫ് ബിസിനസ് ആണ് എന്ത്? സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഓർഗനൈസേഷൻസും എന്താണ്? സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ഓർഗനൈസേഷൻ ആണ്.
അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഫീച്ചേഴ്സ് നമ്മൾ ഓർത്ത് വെക്കണം. കാരണം എക്സാമിന് ഇതിന്റെ ഫീച്ചേഴ്സ് ആണ് മെയിൻ ആയിട്ട് എന്ത് ചെയ്യുക, ചോദിക്കുക. എന്താണ് നമുക്കറിയാം, ഫസ്റ്റ് ഫീച്ചർ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്. സോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സിംഗിൾ അല്ലെ. അപ്പൊ സിംഗിൾ ഓണർഷിപ്പ് ആണ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ബിസിനസ്സിൽ ഉണ്ടാവുക. ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, തുടങ്ങാനും പറ്റും അവസാനിപ്പിക്കാനും പറ്റും. കാരണം പ്രത്യേകിച്ച് എന്തില്ല, ലീഗൽ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ പ്രോസസ്സോ കാര്യങ്ങളൊന്നും ഒരു സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ബിസിനസ്സിന് ആവശ്യമില്ല. ഇതിന്റെ ബിസിനസിന്റെ തുടർച്ച എന്നുള്ളത് എന്താണ്, വളരെ റയർ ആയിട്ടേ സംഭവിക്കാറുള്ളൂ. തുടങ്ങിയ ആൾ തന്നെ അവസാനിപ്പിക്കും, അല്ലെങ്കിൽ അവരുടെ മക്കളൊക്കെ ഏറ്റെടുക്കുന്നത് വളരെ റയർ മാത്രമാണ്. സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ബിസിനസിന്റെ ലയബിലിറ്റി എന്താണ്, അൺലിമിറ്റഡ് ലയബിലിറ്റിയാണ്. അപ്പൊ അൺലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു, എന്നാലും ഒന്നും കൂടെ പറയാം. അതായത് ഈ ബിസിനസ് എന്തെങ്കിലും നഷ്ടം വരുത്തുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ മുഴുവൻ ബാധ്യതയും ആർക്കാണ്, ഈ ബിസിനസ് ചെയ്യുന്ന ആൾക്ക് തന്നെയാണ്. ഇപ്പോ ഈ ബിസിനസ് ഒരു ലോൺ എടുത്ത്, ഈ കച്ചവടം തുടങ്ങിയ ഒരാൾ ഒരു ലോൺ എടുത്തു. ആ ലോൺ ഒരു 5 ലക്ഷം രൂപ ലോൺ എടുത്തു. ആ 5 ലക്ഷം രൂപ ലോൺ എടുത്തിട്ട് ബിസിനസിന്റെ പേരിലാണ് ലോൺ എടുത്തത്, പക്ഷെ ലോൺ തിരിച്ചടക്കാൻ പറ്റിയില്ല. ബിസിനസിന്റെ ആസ്തി നോക്കുമ്പോൾ ആകെ 2 ലക്ഷമുള്ളൂ. ബാക്കി 3 ലക്ഷം ആര് കൊടുക്കേണ്ടതുണ്ട്, ഈ ബിസിനസ് തുടങ്ങിയ സോൾ പ്രൊപ്പറേറ്റർ അല്ലെങ്കിൽ ഓണർ കൊടുക്കേണ്ടതുണ്ട്. ഇതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ബാധ്യത മുഴുവൻ ആ വ്യക്തിയിൽ അനിശ്ചിതമാവുന്നതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, അൺലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറഞ്ഞത്. ഇവിടെ ബിസിനസ്സും ഓണറും എന്താണ്, ഒരു നിയമത്തിന്റെ മുന്നിൽ സിംഗിൾ പേഴ്സൺ ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആയിട്ടല്ല. ഇവിടെ ബിസിനസ്സും ഓണറും എന്താണ്, സിംഗിൾ ലീഗൽ എൻറ്റിറ്റി ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പിന്നെ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരാളാണ് ബിസിനസ് ചെയ്തുകൊണ്ട് തന്നെ പ്രോഫിറ്റും ലോസും ആരാണ് ഷെയർ ചെയ്യുന്നത്, ഈ ഒരു വ്യക്തി തന്നെയാണ് ഷെയർ ചെയ്യുന്നത്. ഈ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ബിസിനസ് ആയാലുള്ള ബെനിഫിറ്റ് എന്താണ്, ഒന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് ഡിസിഷൻസ് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, സീക്രട്ട് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പ്രോഫിറ്റ് ആർക്ക് കിട്ടും, ഡയറക്റ്റ് പ്രോഫിറ്റ് ആർക്ക് കിട്ടും, ഓണർക്ക് തന്നെ കിട്ടും. പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ ബിസിനസ്സിനെ ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഷട്ട് ഡൗൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ്, ഈസി ആയിട്ട് ഷട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിന് ഡീമെറിറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസോഴ്സസ്, അതായത് പൈസ അല്ലെങ്കിൽ മെറ്റീരിയൽസ്, എംപ്ലോയീസ്, ഇതെല്ലാം എന്തായിരിക്കും, വളരെയധികം കുറവായിരിക്കും. ഇതിന്റെ കാലാവധി കുറവായിരിക്കും. പിന്നെന്താണ്, ലയബിലിറ്റി എന്നുള്ളത് എന്താണ്, അൺലിമിറ്റഡ് ലയബിലിറ്റി ആണ്. പിന്നെ മാനേജറിയൽ റിസോഴ്സ്, എംപ്ലോയീസിന്റെ അവൈലബിലിറ്റി, മാനേജറിയൽ സ്കിൽസ്, ഇതെല്ലാം എന്താണ്, വേണ്ട രീതിയിൽ അവൈലബിൾ ആവില്ല. നെക്സ്റ്റ് നമുക്ക് പാർട്ട്ണർഷിപ്പ് കൂടെ പറയാം. പാർട്ട്ണർഷിപ്പ് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒന്നിലധികം ആളുകൾ എന്ത് ചെയ്യാണ്, ഒരു അഗ്രിമെന്റോട് കൂടിയിട്ട് ബിസിനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, പാർട്ട്ണർഷിപ്പ് ബിസിനസ് എന്ന് പറയുന്നത്. അപ്പൊ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ മാക്സിമം നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് എത്ര വരെ വരാം, 50 പാർട്ട്നേഴ്സ് വരെ വരാം. അത് ബാങ്കിങ് ബിസിനസ്സിലാണെന്നുണ്ടെങ്കിൽ എന്താണ്, 20 പാർട്ട്നേഴ്സ് ആണ് പാടുള്ളൂ. പാർട്ട്ണർഷിപ്പ് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എക്സാമിന് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട പോയിന്റ് ആണ്. ഒന്നിലധികം, രണ്ടോ അല്ലെങ്കിൽ അതിലധികമോ അല്ലെങ്കിൽ ഒന്നിലധികം ആൾക്കാർ എന്ത് ചെയ്യാണ്, ഒരു അഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിൽ ഒരു ബിസിനസ് ഫോം ചെയ്യാണ്. അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932, ഇതും ഓർത്ത് വെക്കേണ്ടതാണ്. പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 അടിസ്ഥാനത്തിൽ ഒരു ബിസിനസ് റൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടെ എന്താണ്, ഒന്നിലധികം ആൾക്കാരാണ് എന്ത്, രണ്ടോ അല്ലെങ്കിൽ അതിലധികമോ ആൾക്കാർ ഒരു ബിസിനസ് ജോയിൻ ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പാർട്ട്ണർഷിപ്പ് ബിസിനസ് എന്ന് പറയും. ഇവിടെ എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് എത്ര വരെ വരാമെന്നുള്ളതാണ്. നോർമൽ ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ എത്ര വരെ വരാം, 50 പാർട്ട്നേഴ്സ് വരെ വരാം. നേരെ മറിച്ച് ബാങ്ക് ബിസിനസ്, ബാങ്കിങ് ആണ് ബിസിനസ് എന്നുണ്ടെങ്കിൽ 20 പാർട്ട്നേഴ്സേ പാടുള്ളൂ. ഏത് ആക്ടിന്റെ അടിസ്ഥാനത്തിലാണ് പാർട്ട്ണർഷിപ്പ് ബിസിനസ് നടക്കുന്നത്, പാർട്ട്ണർഷിപ്പ് ഇന്ത്യൻ ആക്ട് 1932 സെക്ഷൻ 4. പാർട്ട്നേഴ്സ് ആണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ ആളുകളെ നമ്മൾ പറയുന്നത്, മറ്റേത് സോൾവ്. അപ്പൊ എങ്ങനെയുണ്ട് പാർട്ട്ണർഷിപ്പ് ബിസിനസിന്റെ ഫോർമേഷൻ, പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 പ്രകാരമാണ് ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഫോം ചെയ്യുന്നത്. അത് പ്രകാരമാണ് എന്തുണ്ടാക്കേണ്ടത്, പാർട്ട്ണർഷിപ്പ് അഗ്രിമെന്റ് ഉണ്ടാക്കേണ്ടത്. പിന്നെ എങ്ങനെയാണ്, ഇറ്റ് ഷുഡ് ബി ക്യാരിഡ് ഓൺ മ്യൂച്വൽ ഏജൻസി.
പാർട്ട്നേഴ്സിന്റെ മ്യൂച്വൽ എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് നടക്കുക. മാക്സിമം മിനിമം നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് എത്രയാണ്? 2 ആണ്. മാക്സിമം നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് എത്രയാണ്? 50 ആണ്. ക്യാൻ ബി 100 സബ്ജക്ട് നമ്പർ പ്രിസ്ക്രൈബ്ഡ് ബൈ ദി ഗവൺമെന്റ്. റൂൾ 2014 മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ക്യാൻ ബി 50. പിന്നെ പാർട്ട്ണർഷിപ്പ് ബിസിനസിന്റെ ലയബിലിറ്റിയും എന്താണ്? അൺലിമിറ്റഡ് ലയബിലിറ്റി ആണ്. സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് പോലെ തന്നെ കണ്ടിന്യൂറ്റിക്കുള്ള സാധ്യത പാർട്ട്നേഴ്സ് അവസാനിക്കുന്നത് അല്ലെങ്കിൽ ഒരു പാർട്ട്ണറുടെ എക്സ്പയർ ആവുന്നതോട് കൂടിയിട്ട് എന്താണ്? പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിനുള്ള കണ്ടിന്യൂറ്റിക്കുള്ള സാധ്യതയും എന്താണ്? ഇല്ലാണ്ടാവും. ഇനി പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതും എക്സാമിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പാർട്ട്നേഴ്സ് തമ്മിൽ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 പ്രകാരം ഫോം ചെയ്യുന്ന എഗ്രിമെന്റിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറഞ്ഞത്. പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 പ്രകാരം ഫോം ചെയ്യുന്ന എഗ്രിമെന്റിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറഞ്ഞത്. ഇത് റിട്ടൺ എഗ്രിമെന്റ് ആണ്. ഇനി ഈ അഗ്രിമെന്റിന് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പാർട്ട്ണർഷിപ്പ് പാർട്ട്നേഴ്സ് തമ്മിൽ അഗ്രിമെന്റ് ഫോം ചെയ്യുമ്പോൾ നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന്, ബിസിനസ് സ്ഥാപനത്തിന്റെ പേര്, ആരൊക്കെയാണോ പാർട്ട്നേഴ്സ് അവരെ അഡ്രസ്, ഏത് തരത്തിലുള്ള ബിസിനസ് ആണോ, നമ്മൾ പഠിച്ചില്ലേ, പ്രൈമറി ഇൻഡസ്ട്രി ആണോ, സെക്കൻഡറി ഇൻഡസ്ട്രി ആണോ, ടെർഷ്യറി ഇൻഡസ്ട്രി ആണോ, ഏത് രീതിയിലുള്ള ബിസിനസ് ആണ്, എവിടെയാണ് ബിസിനസ് സ്ഥിതി ചെയ്യുന്നത്, എത്ര കാലത്തേക്കാണ് ഈ പാർട്ട്ണർഷിപ്പ് ഉള്ളത്, എങ്ങനെയാണ് പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത്, എത്രയാണ് ക്യാപിറ്റൽ എമൗണ്ട് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്, പാർട്ട്നേഴ്സിലുള്ള ഇൻകം അഥവാ സാലറി എങ്ങനെയാണ്, ഇൻട്രസ്റ്റ് എത്രയാണ്, എങ്ങനെയൊക്കെയാണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, ഏതൊക്കെ രീതിയിലാണ് ലയബിലിറ്റി എന്താണ് കൊടുത്തു തീർക്കേണ്ടത്, ഓരോ പാർട്ട്ണറുടെ ഡ്യൂട്ടീസും റൈറ്റ്സും വർക്കും എന്തൊക്കെയാണ്, എങ്ങനെയാണ് ബിസിനസ് പാർട്ട്ണർഷിപ്പ് ബിസിനസ് എൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ എൻഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ എന്തിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം? പാർട്ട്ണർഷിപ്പ് ഡീഡ് അഥവാ പാർട്ട്ണർഷിപ്പ് അഗ്രിമെന്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇവിടെ പാർട്ട്ണർഷിപ്പ് ഫേമും എന്താണ്, പാർട്ട്നേഴ്സും എന്താണ്, സിംഗിൾ ലീഗൽ എൻറ്റിറ്റി ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ലയബിലിറ്റി എന്താണ്? അൺലിമിറ്റഡ് ലയബിലിറ്റി ആണ്. കാരണം എന്താണ്? നിയമത്തിന്റെ മുന്നിൽ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സും പാർട്ട്നേഴ്സും ഒരൊറ്റ വ്യക്തിയാണ്. ഇനി ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥാപനം എന്താണ്? ഒരു സ്റ്റോക്ക് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. ജോയിന്റ് സ്റ്റോക്ക് കമ്പനി മീൻസ് ഇറ്റ് ഈസ് എ ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ട് ഒരു ലീഗൽ വാലിഡിറ്റി അല്ലെങ്കിൽ ഒരു ലീഗൽ ഐഡന്റിറ്റി ഉള്ള ഒരു ഓർഗനൈസേഷനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. ഒരു രജിസ്റ്റേർഡ് ഓർഗനൈസേഷൻ ആസ് പെർ കമ്പനീസ് ആക്ട് 2013. പിന്നെ ഓർഗനൈസേഷൻ ഈസ് formed as per Companies Act 2013 as an artificial person. ഇതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറഞ്ഞത്. അപ്പൊ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആണ്, കമ്പനീസ് ആക്ട് 2013 പ്രകാരമാണ് ഫോം ചെയ്തിട്ടുള്ളത്. Under this Act of existing Companies Act 1956. ആദ്യത്തെ കമ്പനീസ് ആക്ട് ആണ് 1956. ഇപ്പോ ആ ആക്ട് അമെൻമെന്റ് നടത്തിയിട്ട് എന്തായിട്ടുണ്ട്? 2013 കമ്പനീസ് ആക്ട് ആയിട്ടുണ്ട്. നിങ്ങൾ ഇത് പഠിച്ചാൽ മതി. കമ്പനി മീൻസ് എന്താണ്? ആർട്ടിഫിഷ്യൽ പേഴ്സൺ, നിയമം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സണിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് പറഞ്ഞാൽ റിയൽ ആയിട്ട് നമ്മളൊക്കെ നാച്ചുറൽ പേഴ്സൺ ആണ്, നമ്മളൊക്കെ ശരിക്കുള്ള ഒരു വ്യക്തിയാണ്. ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മാൻമെയ്ഡ് തിങ്. ഇതിനാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് പറയുന്നത്. ഇവിടെ നിയമം വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വസ്തു അല്ലെങ്കിൽ ഒരു സ്ഥാപനം, നിയമം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വസ്തുവിനാണ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കമ്പനീസ് ആക്ട് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വസ്തുവാണ്. അപ്പൊ അതുകൊണ്ടാണ് അതിന് എന്ത് പറഞ്ഞത്? ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ടാണ് നിയമത്തിന്റെ മുന്നിൽ ഇപ്പൊ കമ്പനിക്ക് നമുക്ക് എക്സാമ്പിൾ എല്ലാം നമുക്ക് കമ്പനിക്ക് എക്സാമ്പിൾ പറയാം. ഇപ്പൊ റിലയൻസ് ഒരു കമ്പനിയാണ്. അതെന്താണ്? റിലയൻസ് അംബാനിയാണ് അതിന്റെ ഫൗണ്ടർ. ആ കമ്പനി പക്ഷെ എന്താണ്? ബിസിനസ് ട്രാൻസാക്ഷൻ നടക്കുന്നതൊക്കെ ആ കമ്പനി, നമ്മളൊരു ഒരു സോൾ പ്രൊപ്പറേറ്റർ ആണെന്നുണ്ടെങ്കിൽ എന്താ പറയാ, ഒരു സാധനം വിറ്റ് കഴിഞ്ഞാൽ അയാൾക്ക് ഡയറക്റ്റ് ആയിട്ട് അയാളെ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യാം? പൈസ വാങ്ങിക്കാം. നേരെ മറിച്ച് കമ്പനി ആണെന്നുണ്ടെങ്കിൽ ആ കമ്പനിയുടെ പേരിൽ ഒരു അക്കൗണ്ട് ഉണ്ടാവും.
ആ കമ്പനിയാണ് സാധനങ്ങൾ നിയമത്തിന്റെ മുന്നിൽ സാധനങ്ങൾ വിൽക്കും വാങ്ങുകയും ചെയ്യുന്നത്. വരുമാനം ആ കമ്പനിയുടെ അക്കൗണ്ടിലേക്കാണ് വരിക. എന്നിട്ട് ആ കമ്പനിയുടെ റൂള് പ്രകാരം എത്രയാണോ ഓണർക്ക് സാലറി, ആ സാലറിയാണ് ഈവൻ ഓണർക്ക് വരെ കിട്ടുന്നത്, അല്ലെങ്കിൽ പ്രോഫിറ്റ് കിട്ടുന്നത്. ഇപ്പൊ കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്ഥാപനത്തിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, കമ്പനി എന്ന് പറഞ്ഞത്. അതൊരു സെപ്പറേറ്റ് ഒരു പേരുണ്ട്, അതിന്റെ സിഗ്നേച്ചറും സീലും ഉണ്ടാവും. ആ സീലാണ് ആ കമ്പനിയുടെ സ്ഥിതി ചെയ്യുന്നതിന്റെ സിഗ്നേച്ചർ. അതുകൊണ്ടാണ് എല്ലാ കമ്പനീസും സീല് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈവൺ അത് തുടങ്ങിയ ആള് കഴിഞ്ഞാലും ആ കമ്പനി അവിടെ എന്ത് ചെയ്യും, നിലനിൽക്കും. കാരണം എന്താണ്, അതൊരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. കാരണം ലീഗലി നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഫോം ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് എന്ത്, കമ്പനി. നിയമത്തിന്റെ മുന്നിൽ എന്താണ്, കമ്പനിയുടെ ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റഡ് ലയബിലിറ്റി ആണ്. ഇപ്പൊ ഒരാളൊരു കമ്പനി ഫോം ചെയ്തു ആസ് പെർ ആക്ട്, ആ കമ്പനി കുറച്ച് ലോസ് വന്നു കഴിഞ്ഞാൽ എന്താണ്, ആ കമ്പനിയിൽ എന്തൊക്കെ അസറ്റ് ഉണ്ട്, കമ്പനിക്ക് എത്ര ആസ്തി ഉണ്ട്, ആ മുതൽ മാത്രമേ തിരിച്ചെടുക്കാൻ ഒരു ബാങ്കിനോ അല്ലെങ്കിൽ പൈസ കൊടുക്കാനുള്ള ആൾക്കോ അവകാശമുള്ളൂ. ആ കമ്പനി തുടങ്ങിയ ആൾക്ക്, ഫൗണ്ടറുടെ പേഴ്സണൽ അസറ്റ്സിൽ തൊടാനുള്ള അവകാശം ഇല്ല. മനസ്സിലായോ? ഇപ്പൊ കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേം സ്റ്റാർട്ടഡ് ആസ് പെർ കമ്പനീസ് ആക്ട് ബൈ രജിസ്ട്രിങ് ആസ് പെർ കമ്പനീസ് ആക്ട്. അതുകൊണ്ട് തന്നെ അത് ലീഗലി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്ഥാപനമാണ്, ഒരു സെപ്പറേറ്റ് ലീഗൽ പേഴ്സൺ ആണ്, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. അതിനൊരു സെപ്പറേറ്റ് സീൽ ആൻഡ് സിഗ്നേച്ചർ ഉണ്ടായിരിക്കും. അത് കണ്ടിന്യൂറ്റി ഉള്ള ഒരു സ്ഥാപനമാണ്. ലയബിലിറ്റി അതുകൊണ്ട് തന്നെ ലിമിറ്റഡ് ലയബിലിറ്റി ആയിരിക്കും. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഓർത്ത് വെക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കമ്പനിക്ക് ലിമിറ്റഡ് ലയബിലിറ്റി ആണ്, പാർട്ട്ണർഷിപ്പിന് അൺലിമിറ്റഡ് ലയബിലിറ്റി ആണ്, അതുപോലെ തന്നെ സോൾ പ്രൊപ്പറേറ്റർഷിപ്പിന് അൺലിമിറ്റഡ് ലയബിലിറ്റി ആണ്. ഇതാണ് എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യം. അതുപോലെ തന്നെ കമ്പനിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഷെയർസ് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കമ്പനിയുടെ ഷെയർസ് വേറൊരാളിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഇവിടെ മാനേജ്മെന്റ് സെപ്പറേറ്റ് ആണ്, ഓണേഴ്സ് സെപ്പറേറ്റ് ആണ്. കമ്പനിക്ക് എന്തുണ്ടാവും, അതിന്റെ കാര്യങ്ങൾ എഗ്രിമെന്റ് ഒക്കെ സൈൻ ചെയ്യാൻ കമ്പനിയുടെ പേരിൽ ഒരു സീൽ ഉണ്ടാവും. ആ സീല് വെച്ചിട്ടാണ് കമ്പനി എന്തിലേക്ക് എൻ്റർ ചെയ്യേണ്ടത്, എഗ്രിമെന്റിൽ എൻ്റർ ചെയ്യേണ്ടത്. കമ്പൽസറി ആയിട്ടും ഒരു കമ്പനി ആവണം എന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യേണ്ടതുണ്ട്, കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്ട്രേഷൻ ചെയ്യേണ്ടതുണ്ട്. ഒരു കമ്പനി ഫോം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട്ണർഷിപ്പ് ബിസിനസ് പോലെ, അതല്ല സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ബിസിനസ് പോലെ ഈസി അല്ല. ഒരുപാട് ലീഗൽ ഫോർമാലിറ്റീസ് ഉണ്ട്, ഒരുപാട് ഡോക്യുമെന്റ്സ് എന്ത് ചെയ്യേണ്ടതുണ്ട്, സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യുന്നുണ്ടാവും, ഇൻസ്പെക്ഷൻ അല്ലെങ്കിൽ മോണിറ്ററിങ് ഒരു കമ്പനിക്ക് എപ്പോഴും ഉണ്ടാവും. ഇതാണ് ഒരു കമ്പനി. ഇത്രയാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ബാക്കി ഡിസ്കസ് ചെയ്യാനുള്ളത് നമ്മൾ നാളെ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ക്ലിയർ ആയതുകൊണ്ട് കൂടുതൽ ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് കൂടുതൽ ഗ്രാബ് ചെയ്യാൻ പറ്റില്ല. ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ടോ കൺഫ്യൂഷനോ ഉണ്ടെങ്കിൽ ചോദിക്കും. ഇപ്പൊ ബിസിനസ് സ്റ്റഡീസിനെ ഇഷ്ടമില്ലാത്തവരൊക്കെ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ളവരൊക്കെ എന്ത് ചെയ്യാൻ ഇഷ്ടപ്പെടുക. കാരണം ബിസിനസ് സ്റ്റഡീസ് നിങ്ങളെ എന്താ പറയാ, ലൈഫ് പ്രോഫിറ്റബിൾ ആക്കും. എന്തിന്റെ ഫീച്ചേഴ്സ് ആണ് പറയേണ്ടത് അൻഷാദെ? ബിസിനസിന്റെ ഫീച്ചേഴ്സ് ആണോ? ബിസിനസിന്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒന്ന് ബിസിനസ് ഒരു എക്കണോമിക് ആക്ടിവിറ്റി ആണ്, നമ്മളിവിടെ കണ്ടു. എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ആക്ടിവിറ്റി. ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ആക്ടിവിറ്റിയാണ്. ബിസിനസ്സിന് എന്താണ്, ബിസിനസ്സിൽ എന്താണ് ഇൻവോൾവ് ചെയ്യുന്നത്, ഗുഡ്സ് ആൻഡ് സർവീസസ് എക്സ്ചേഞ്ച് ചെയ്യാണ്. ബിസിനസ് എപ്പോഴും റെഗുലർ ആയിരിക്കണം, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ആക്ടിവിറ്റി ആയിരിക്കണം. ബിസിനസ് ചെയ്യുന്നത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ബിസിനസ്സിൽ എപ്പോഴും റിസ്ക് ഉണ്ട്. ഈ PDF അയച്ചു തരാം കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ക്ലാസ് തരുന്ന സെന്റർ ഉണ്ടല്ലോ, അവരോട് പറഞ്ഞാൽ മതി, അവരയച്ചു തരും. ഈ സൂമിന്റെ ഒക്കെ മെസ്സേജ് വരുന്നത് ഹാരിസ് സാറാണ് അയക്കുന്നത്, ഹാരിസ് സാറോട് ചോദിച്ചാൽ മതി. ഏകദേശം 1 മണിക്കൂർ 1.5 മണിക്കൂറോളം ഏകദേശം നമ്മൾ സ്പെൻഡ് ചെയ്തു. 1.5 മണിക്കൂർ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയോ?
അപ്പൊ എന്ത് ചെയ്യുക, ബാക്കി ഇരുന്നിട്ട് പഠിക്കുക. ബാക്കി നമ്മൾ നാളെ കണ്ടിന്യൂ ചെയ്യും കേട്ടോ. ഷോർട്ട് ആക്കിയിട്ട് ഈ മെറ്റീരിയൽ ഞാൻ അയച്ചു തരാൻ പറയാം. ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് പറയാം, നിങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചോദിക്കുകയും ചെയ്യും കേട്ടോ. ശരി എന്നാ, താങ്ക് യു. നാളെ നമുക്ക്